ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് മോഡേൺ ഇന്ത്യ സ്പെക്ട്രത്തിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ്, ഇന്ത്യ ഓൺ ദ ഈവ് ഓഫ് ബ്രിട്ടീഷ് കോൺക്വസ്റ്റ്. 18ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 2 നൂറ്റാണ്ടോളം അവരുടെ സമകാലികരായിട്ടുണ്ടായിരുന്ന മറ്റ് രാജവംശങ്ങളുടെ എല്ലാം മുകളിൽ വളരെ അസൂയാർഹമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചിരുന്ന മുഗൾ സാമ്രാജ്യത്തിൻ്റെ പിന്നീടുള്ള വലിയൊരു പതനത്തിൻ്റെ തുടക്കമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഈ ഒരു പതനത്തിന് തുടക്കം കുറിക്കുന്നത് 1658 മുതൽ 1707 വരെ നീണ്ടു നിന്നിരുന്ന ഔറംഗസീബിൻ്റെ ഭരണമായിരുന്നു. ഇതിനെപ്പറ്റി പറയുന്നത് ഔറംഗസീബ് കൈക്കൊണ്ട വളരെ തെറ്റായിട്ടുള്ള പോളിസീസുകളെല്ലാം സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റീനെ ബാധിക്കുകയും അതിനുശേഷം വന്ന മുഗൾ ഭരണാധികാരികളും അധികാരത്തിന് വേണ്ടി തമ്മിൽ യുദ്ധങ്ങൾ നടത്തുകയും പിന്നീട് വളരെ ദുർബലമായിട്ടുള്ള ഭരണം കാഴ്ചവെച്ചതുമെല്ലാം മുഗൾ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയെ വേഗത്തിലാക്കി എന്നുള്ളതാണ്. ഔറംഗസീബിന് ശേഷം വന്ന ഭരണാധികാരികളിൽ പിന്നെയും കുറച്ച് ഏറെക്കാലം മുഗൾ ഭരിക്കുന്നത് മുഹമ്മദ് ഷാ ആയിരുന്നു. അദ്ദേഹം 1719 മുതൽ 1748 വരെയുള്ള 29 വർഷക്കാലത്തോളം ഭരണം നടത്തിയെങ്കിൽ പോലും നഷ്ടപ്പെട്ടു പോയ മുഗൾ പ്രതാപങ്ങളൊന്നും വീണ്ടെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. മുഹമ്മദ് ഷായുടെ ഭരണകാലത്താണ് ഹൈദരാബാദ്, അവധ്, പഞ്ചാബ് തുടങ്ങിയ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളെല്ലാം രൂപീകൃതമാകുന്നത്. കൂടാതെ മറ്റ് തദ്ദേശീയരായിട്ടുണ്ടായിരുന്ന ഭരണാധികാരികളും അവരുടെ സ്റ്റേറ്റുകളെല്ലാം തന്നെ മുകളിൽ നിന്നും വേർതിരിച്ചുകൊണ്ട് സ്വതന്ത്ര രാഷ്ട്രമാക്കുവാനുള്ള പ്രവർത്തനങ്ങളെല്ലാം ആലോചിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയമാണ് മറാത്താസ് അവരുടെ ഇമ്പീരിയൽ മാൻഡിൽ ഇൻഹെറിറ്റ് ചെയ്യുവാനുള്ള ശ്രമങ്ങളൊക്കെ അവരും ആരംഭിക്കുന്നത്. ഇത്രയും വലിയൊരു ശക്തിയായിരുന്ന മുഗൾ ഇത്രയും വലിയൊരു പതനത്തിലേക്ക് വീണു പോകാനുള്ള കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നാമതായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പുറത്തുനിന്നുമുണ്ടായ എക്സ്റ്റേണൽ ചലഞ്ചസ് ആയിരുന്നു. ഓൾറെഡി തന്നെ നിലവിൽ അവരുടെ ഇൻറ്റേർണൽ സ്ട്രെങ്ത് വളരെ ദുർബലമായിരുന്ന സമയം വിദേശത്തു നിന്നും വന്ന ടഫായിട്ടുള്ള പ്രശ്നങ്ങളെ നേരിടുവാനായിട്ട് അവർക്കൊന്നും സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇന്ത്യക്ക് പുറത്തു നിന്നും മുഗൾസ് നേരിട്ട ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു നോർത്ത് വെസ്റ്റ് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന അതിക്രമങ്ങൾ. അതിൽ ആദ്യത്തെ വ്യക്തിയായിരുന്നു നാദിർ ഷാ. 1738-39 വർഷങ്ങളിൽ ഇന്ത്യയെ ആക്രമിച്ച പേർഷ്യൻ ഭരണാധികാരിയായിരുന്നു നാദിർ ഷാ. അങ്ങേര് ലാഹോർ പിടിച്ചെടുക്കുകയും പിന്നീട് 1739 ഫെബ്രുവരി 13 കർണാൽ എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് മുഗൾ സൈന്യത്തെ പരാജയപ്പെടുത്തിയ നാദിർ ഷാ അന്നത്തെ മുഗൾ ഭരണാധികാരിയായിട്ടുണ്ടായിരുന്ന മുഹമ്മദ് ഷാനെ ക്യാപ്ചർ ചെയ്യുകയും പിന്നീട് തലസ്ഥാനമായ ഡൽഹിയിൽ എത്തിച്ചേരുകയും അവിടെ വലിയ രീതിയിൽ കൊള്ളയടിക്കുകയും ചെയ്തു. അന്നത്തെ ആ കൊള്ളയടിക്കൽ എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്കന്ന് നഷ്ടമായത് മയൂര സിംഹാസനം അല്ലെങ്കിൽ പീകോക്ക് ത്രോണ്, കൊഹിനൂർ ഡയമണ്ട്, മുഗളിൻ്റെ സ്റ്റേറ്റും കൂടാതെ ഒഫീഷ്യൽ ട്രഷറിയിലും അതുമല്ലാതെ റിച്ച് നോബിൾസും അവരുടെയൊക്കെ കയ്യിലുണ്ടായിരുന്ന ഏകദേശം അന്നത്തെ കാലത്തെ 70 കോടിയോളം വരുന്ന രൂപയും അതുകൂടാതെ നമ്മുടെ സ്വന്തമായിട്ടുണ്ടായിരുന്ന ഇൻഡസ് നദിയുടെ വെസ്റ്റേൺ സൈഡിലേക്കുണ്ടായിരുന്ന കാബൂൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും നാദിർ ഷാ പിടിച്ചടക്കുന്നു ഈ ഒരു യുദ്ധത്തോടു കൂടി. ഇതോടുകൂടി ഇന്ത്യ വീണ്ടും നോർത്ത് വെസ്റ്റേൺ സൈഡിൽ നിന്നുള്ള ആക്രമണങ്ങൾക്ക് ഇരയാകുവാനുള്ള സാധ്യതയും വർദ്ധിച്ചു. അതിനുശേഷം ഇന്ത്യ ആക്രമിച്ച വ്യക്തിയായിരുന്നു അഹമ്മദ് ഷാ അബ്ദാലി അല്ലെങ്കിൽ അഹമ്മദ് ഷാ ദുറൈ. 1747 നാദിർ ഷാ മരണമടയുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി അധികാരത്തിൽ വരുന്ന വ്യക്തിയാണ് അഹമ്മദ് ഷാ. ഇദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം 1748-നും 1767-നും ഇടയിലുള്ള കാലയളവിൽ പലതവണ ഇന്ത്യയിലേക്ക് വരികയും ഇവിടെ കൊള്ളയടിക്കുകയുമൊക്കെ ചെയ്തു. ഇതിന് ശേഷം 1751-നും 1752-നും ഇടയിൽ പഞ്ചാബ് അബ്ദാലിയെ വിട്ടു നൽകിക്കൊണ്ട് ഒരു സമാധാനത്തിലെത്തുവാൻ നോക്കിയ മുഗൾസിനെ അബ്ദാലി വലിയ രീതിയിൽ ഹറാസ്മെൻറ്റും ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം 1757 അബ്ദാലി ഡൽഹി പിടിച്ചടക്കുകയും മുഗൾ എംപയറിനെ നിരീക്ഷിക്കുവാനായിട്ട് അഫ്ഗാൻ കെയർടേക്കേഴ്സിനെ നിർത്തിയിട്ട് പോവുകയും ചെയ്തു. അബ്ദാലി തിരിച്ചു പോകുന്നതിന് മുമ്പ് അലാംഗീർ 2 മുഗൾ എംപയറായിട്ട് അംഗീകരിക്കുകയും കൂടാതെ അന്നത്തെ റോഹില ചീഫായിട്ടുണ്ടായിരുന്ന നജീബ് ഉദ് ദൗളനെ ഒരേ സമയം തന്നെ മുഗൾ എംപയറിനെ മിർ ബക്ഷിയായിട്ട് നിയമിക്കുകയും അതേസമയം തന്നെ അബ്ദാലിയുടെ സുപ്രീം ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു സ്പൈനെ പോലെ വർക്ക് ചെയ്യുകയും ചെയ്തു. മിർബാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഗൾ എംപയറിൻ്റെ സർവ്വസൈന്യാധിപനാണ്. ഇതേ സർവ്വസൈന്യാധിപൻ തന്നെ അബ്ദാലിയുടെ ഒരു സ്പൈനെ പോലെയും വർക്ക് ചെയ്തു. പിന്നീട് 1758 അന്നത്തെ മറാത്താസിൻ്റെ ചീഫായിട്ടുണ്ടായിരുന്ന രഘുനാഥ് റാവു പഞ്ചാബ് പിടിച്ചെടുക്കുകയും നജീബ് ഉദ് ദൗളനെ ഡൽഹിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അപ്പോൾ ഇതിന് പകരം ചോദിക്കുവാനായിട്ട് 1759 അബ്ദാലി ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും 1761 മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ മറാത്താസിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു.
അബ്ദാലി ഇന്ത്യയിലേക്ക് വന്ന ഏറ്റവും അവസാനത്തെ വരവെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ഇൻവേഡിങ് എന്നൊക്കെ പറയുന്നത് 1767 ഓക്കെ. ഇനി നമ്മൾ പാനിപ്പത്ത് യുദ്ധത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 3 പാനിപ്പത്ത് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത് 1526 ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലാണ്. രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത് 1556 അക്ബറും ഹുമയൂണും തമ്മിലാണ്. മൂന്നാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത് 1761 മറാത്തയും ഈ അഹമ്മദ് ഷാ അബ്ദാലിയും തമ്മിലാണ്. ഇത്രയുമാണ് മുഗൾസ് എക്സ്റ്റേണലി നേരിട്ടുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത്. ഇത് കൂടാതെ ഇൻറ്റേർണലായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ മുഗൾ സാമ്രാജ്യം തകരുവാനുള്ള കാരണമായിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഔറംഗസേബിന് ശേഷം ശക്തനായ ഒരു ഭരണാധികാരി പിന്നീട് ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിലൊന്നാമനാണ് ബഹദൂർ ഷാ ഫസ്റ്റ്. 1707 മുതൽ 1712 വരെയാണ് ഇദ്ദേഹം ഭരണം നടത്തിയിരുന്നത്. 63 വയസ്സുള്ള ഇദ്ദേഹം തൻ്റെ സഹോദരന്മാരുമായിട്ട് 2 വർഷം നീണ്ടു നിന്ന യുദ്ധത്തിന് ശേഷമാണ് ഔറംഗസേബിൻ്റെ മൂത്ത പുത്രനായിട്ടുള്ള മൗസം എന്ന ബഹദൂർ ഷാ അധികാരത്തിലെത്തുന്നത്. ഇങ്ങനെ അധികാരത്തിലെത്തുവാനായിട്ട് ബഹദൂർ ഷാ തൻ്റെ 2 അനിയന്മാരെയും മുഹമ്മദ് ഖാനെയും ഖാം കാഷിനെയും യുദ്ധത്തിൽ വധിക്കുകയും ചെയ്യുന്നുണ്ട്. ബഹദൂർ ഷായ്ക്ക് ഷാ ഐ ബഖ്ബാർ എന്നൊരു ടൈറ്റിൽ കൂടിയുണ്ട്. ഇങ്ങേർക്ക് ഈ ടൈറ്റിൽ നൽകുന്നത് കാഫി ഖാനാണ്. അധികാരത്തിലെത്തിയ ബഹദൂർ ഷാ പസഫിക് പോളിസി അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള ബന്ധമായിരുന്നു ഇദ്ദേഹം അയൽ രാജ്യങ്ങളായിട്ടുണ്ടായിരുന്ന മറാത്താസ്, രാജ്പുത്ത്, ജാട്സ് ഒക്കെയായിട്ട് കാത്തു സൂക്ഷിച്ചിരുന്നത്. അന്ന് മുഗൾസിൻ്റെ കീഴിൽ തടവിൽ കഴിഞ്ഞിരുന്ന മറാത്ത രാജകുമാരനായിട്ടുണ്ടായിരുന്ന ഷാഹുവിനെ ഇദ്ദേഹം വിട്ടുമയക്കുന്നുണ്ട്. രാജ്പുത് ചീഫ്മാർക്ക് അവരുടെ റെസ്പെക്റ്റീവായിട്ടുള്ള സ്റ്റേറ്റുകളെല്ലാം ഇദ്ദേഹം അവർക്ക് സ്വന്തമായിട്ട് നൽകുന്നുണ്ട്. എന്നാൽ സിഖ് ലീഡറായിരുന്ന ബന്ദ ബഹദൂർ പഞ്ചാബിലെ മുസ്ലിംസിനെ ഉപദ്രവിക്കാൻ തുടങ്ങിയതോടുകൂടി ബന്ദ ബഹദൂറിനെതിരെ ആക്ഷൻസും ഇദ്ദേഹം എടുക്കുകയും ചെയ്തു. 1712 ഫെബ്രുവരിയിലാണ് ബഹദൂർ ഷാ ഒന്നാമൻ മരണമടയുന്നത്. ഇതിനുശേഷം മുഗൾ ഭരണാധികാരിയായിട്ടുള്ള വ്യക്തിയായിരുന്നു ജഹന്തർ ഷാ. ഇദ്ദേഹം 1712 1713 വരെയാണ് മുഗൾ എംപയർ ആയിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം മുഗൾ എംപയർ ആയത് സുൽഫിക്കർ ഖാൻ എന്ന വ്യക്തിയുടെ സഹായത്തോടു കൂടിയായിരുന്നു. ജഹന്തർ ഷാ അധികാരത്തിൽ വന്നതോടുകൂടി സുൽഫിക്കർ ഖാനെ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുകയും ചെയ്തു. അന്നത്തെ മുഗൾ എംപയറിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് ജഹന്തർ ഷാ നിലവിൽ കൊണ്ടുവന്ന സമ്പ്രദായമായിരുന്നു ഇസാര സിസ്റ്റം എന്ന് പറയുന്നത്. ഇസാര സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റവന്യൂ ഫാമിംഗ് സിസ്റ്റമാണ്. കൃഷിഭൂമി ഏറ്റവും കൂടുതൽ ബിഡ് ചെയ്യുന്ന ആൾക്കാർക്ക് നൽകുന്ന ഒരു സമ്പ്രദായമായിരുന്നു അത്. കൂടാതെ മറ്റ് മതക്കാരിൽ അന്ന് ഏർപ്പെടുത്തിയിരുന്ന ജസിയ എന്ന് പറയുന്ന നികുതി സമ്പ്രദായവും ജഹന്തർ ഷാ നിർത്തലാക്കുന്നുണ്ട്. എന്നാൽ അധിക കാലം ഈ ഭരണം നീണ്ടു നിന്നിരുന്നില്ല. ഇദ്ദേഹം കൊല്ലപ്പെടുകയും അടുത്ത ഭരണാധികാരി അധികാരമേൽക്കുകയും ചെയ്യുന്നു. ജഹന്തർ ഷായുടെ മരണത്തിന് ശേഷം പിന്നീട് അധികാരത്തിൽ വരുന്നത് ഫറൂഖ് സിയർ ആണ്. ഇദ്ദേഹം 1713 മുതൽ 1719 വരെയാണ് അധികാരത്തിലിരുന്നത്. കിങ് മേക്കേഴ്സ് എന്നറിയപ്പെടുന്ന സെയ്ദ് ബ്രദേഴ്സ് ആയിരുന്ന അബ്ദുള്ള ഖാൻ്റെയും ഹുസൈൻ അലിയുടെയും സഹായത്തോടുകൂടി ഇതിനു മുന്നത്തെ ഭരണാധികാരിയായിരുന്ന ജഹന്തർ ഷാനെ വധിച്ചുകൊണ്ടാണ് ഫറൂഖ് സിയാർ അധികാരത്തിലെത്തുന്നത്. ഇദ്ദേഹവും മറ്റു മതവിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരോട് വളരെ സമാധാനപരമായിട്ടുള്ളൊരു നിലപാടായിരുന്നു പുലർത്തി പോന്നുകൊണ്ടിരുന്നത്. ഇതിനായിട്ട് പിൽഗ്രിമേജ് ടാക്സും കൂടാതെ ജസിയുമൊക്കെ ഇദ്ദേഹം നിരോധിക്കുന്നുണ്ട്. ഇദ്ദേഹം പിന്നീട് 1719 ബ്രിട്ടീഷുകാർക്ക് കുറച്ച് അവകാശങ്ങൾ നൽകിക്കൊണ്ട് ഫറൂഖ് സിയർ ഫാർമാനും ഇഷ്യൂ ചെയ്യുകയുണ്ടായി. ഇത് നമ്മൾ ഓൾറെഡി ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. പിന്നീട് 1719 ഇദ്ദേഹത്തെ ചക്രവർത്തിയാക്കി മാറ്റിയ സെയ്ദ് ബ്രദേഴ്സ് പെഷ്വാ ബാലാജി വിശ്വനാഥിൻ്റെ കൂടെ സഹായത്തോടുകൂടി ഇദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും ശേഷം ഫറൂഖ് സിയാറുടെ 2 കണ്ണുകൾ ചൂഴ്ന്നെടുക്കുകയും ശേഷം ഫറൂഖ് സിയാർ വധിക്കുകയും ചെയ്തു. മുഗൾ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഭരണാധികാരി തൻ്റെ സഹായിമാരാൽ കൊല്ലപ്പെടുന്നത്. അതിനുശേഷം പിന്നീട് മുഗൾ ചക്രവർത്തിയായ വ്യക്തിയായിരുന്നു റാഫി ഉദ് ദരാജ് എന്ന് പറയുന്നത്. ഇദ്ദേഹം 1719 ഫെബ്രുവരി 28 മുതൽ 1719 ജൂൺ 6 വരെയായിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത്. മുഗൾ ചരിത്രത്തിലെ ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന ഭരണാധികാരിയും റാഫി ഉദ് ദരാജ് തന്നെയാണ്. ഇതിന് ശേഷം അധികാരമേറ്റ മുഗൾ ചക്രവർത്തിയായിരുന്നു റാഫ് ഉദ്ദൗള എന്ന് പറയുന്നത്. ഇദ്ദേഹം 1719 ജൂൺ മുതൽ സെപ്റ്റംബർ വരെയായിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത്. സെയ്ദ് ബ്രദേഴ്സിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഇദ്ദേഹവും അധികാരത്തിലെത്തുന്നത്. അതിനുശേഷം ഇദ്ദേഹം സ്വീകരിച്ച ടൈറ്റിലായിരുന്നു ഷാജഹാൻ II എന്നുള്ളത്. എന്നാൽ ഇദ്ദേഹം വലിയ രീതിയിൽ ഒപ്പിയം അല്ലെങ്കിൽ ലഹരിക്ക് അടിമയായിരുന്നു. ഇതിന് ശേഷം മുഗൾസിൻ്റെ ചക്രവർത്തിയായിട്ടുള്ള വ്യക്തിയായിരുന്നു റോഷൻ അക്തർ എന്ന മുഹമ്മദ് ഷാ.
ഇദ്ദേഹം 1719 മുതൽ 1748 വരെയുള്ള ഒരു ദീർഘകാലം 29 വർഷത്തോളം മുഗൾസിൻ്റെ ചക്രവർത്തിയായിരുന്നു. റാഫി ഉദ്ദൗള മരിക്കുന്നതോടുകൂടി കിങ് മേക്കേഴ്സ് ആയിട്ടുണ്ടായിരുന്ന സെയ്ദ് ബ്രദേഴ്സിൻ്റെ അടുത്ത ചോയ്സ് ആയിരുന്നു മുഹമ്മദ് ഷാ. ഇദ്ദേഹം വലിയ ഒരു ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ലഭിച്ച ടൈറ്റിലായിരുന്നു രംഗീല എന്നുള്ളത്. എന്നാൽ തൻ്റെ മുൻഗാമികളിൽ നിന്നൊക്കെ ഇദ്ദേഹം കുറച്ചും കൂടി ബുദ്ധിമാനായിരുന്നു. നിസാമുൽ മുൽക്കിൻ്റെ സഹായത്തോടുകൂടി സെയ്ദ് ബ്രദേഴ്സിൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയാമായിരുന്നതുകൊണ്ട് തന്നെ തന്നെയും ഇവർ വധിക്കുമെന്ന് ഇദ്ദേഹത്തിന് നല്ല തിരിച്ചറിവ് ഉണ്ടായിരുന്നതോടുകൂടി നിസാമുൽ മുൽക്കിൻ്റെ സഹായത്തോടുകൂടി ഇദ്ദേഹം സെയ്ദ് ബ്രദേഴ്സിനെ വധിച്ചു കളയുന്നു. പിന്നീട് 1724 നിസാമുൽ മുൽക്കിനെ വസീറായിട്ട് പ്രഖ്യാപിക്കുകയും പിന്നീട് ഇതേ നിസാമുൽ മുൽക്കാണ് ഹൈദരാബാദ് എന്ന് പറയുന്ന ഇൻഡിപെൻഡൻറ്റ് കിങ്ഡം സ്ഥാപിക്കുന്നതും. പിന്നീട് 1737 മറാത്ത പെഷുവായിരുന്ന ബാജിറാവു ഒന്നാമൻ 500 പേര് മാത്രമടങ്ങുന്ന ഒരു ചെറു സൈന്യമായിട്ട് വരികയും ഡൽഹി പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതിനുശേഷം 2 വർഷങ്ങൾക്കപ്പുറമാണ് 1739 നാദിർഷാ വരുന്നതും ബാറ്റിൽ ഓഫ് കർണാൾ നടക്കുന്നതും മുഗൾസിനെ പരാജയപ്പെടുത്തുന്നതും മുഹമ്മദ് ഷാനെ തടവിലാക്കുന്നതും കൂടാതെ ഇൻഡസ് നദിയുടെ വെസ്റ്റേൺ സൈഡിലുള്ള ഭാഗങ്ങൾ പേർഷ്യൻ എംപയറിനോട് കൂട്ടിച്ചേർക്കുന്നതും. ഇത് നമ്മളിതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. ഇതിനുശേഷം അധികാരത്തിൽ വന്ന വ്യക്തിയായിരുന്നു അഹമ്മദ് ഷാ ബഹദർ എന്ന് പറയുന്നത്. 1748 മുതൽ 1754 വരെയാണ് ഇങ്ങേര് ഭരണം നടത്തിയിരുന്നത്. മുഗൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കഴിവില്ലാത്ത ഭരണാധികാരിയായിരുന്നു അഹമ്മദ് ഷാ ബഹദർ എന്ന് പറയുന്നത്. ഇദ്ദേഹം അധികാരങ്ങൾ മുഴുവനും ക്യൂൻ മദർ ആയിരുന്ന ഉദ്ദംബായുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. ഉദ്ദംബായി അറിയപ്പെടുന്ന പേര് ക്യുബില ഇ അലാം എന്നാണ്. അവർ അത്ര ഇൻ്റലക്റ്റ് ആയിട്ടുള്ള സ്ത്രീയൊന്നും ആയിരുന്നില്ല. ഉദ്ദംബായിനെ മുൻനിർത്തി അവരുടെ കാമുകനായിട്ടുണ്ടായിരുന്ന ജാവേദ് ഖാൻ ആയിരുന്നു ഭരണം നടത്തിയിരുന്നത്. അഹമ്മദ് ഷായുടെ ഭരണത്തിന് ശേഷം പിന്നീട് അധികാരത്തിൽ വന്ന വ്യക്തിയായിരുന്നു അലാംഗീർ II. ഇദ്ദേഹം 1754 മുതൽ 1759 വരെയാണ് ഭരണം നടത്തിയിരുന്നത്. ഇതിനു മുമ്പ് രാജാവായിട്ടുണ്ടായിരുന്ന ജഹന്തർ ഷായുടെ മകനായിരുന്നു അലാംഗീർ II. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്തായിരുന്നു ഇറാനിയൻ ഭരണാധികാരിയായിട്ടുണ്ടായിരുന്ന അഹമ്മദ് ഷാ അബ്ദാലി ഇന്ത്യയിലേക്ക് വന്നിരുന്നത്. ഇന്ത്യയുടെ എൻ്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറി മറിയുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് 1757 നടക്കുന്ന ബാറ്റിൽ ഓഫ് പ്ലാസി. അത് ഇന്ത്യൻ ചരിത്രത്തിൽ എത്ര പ്രാധാന്യം അർഹിക്കുന്നതാണെന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പിന്നീട് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ പിതാവിനെ പോലെ തന്നെ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ മുഗൾ എംപയേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ലേറ്റർ മുഗൾ എംപയേഴ്സ് മിക്കവരും തന്നെ അവരുടെ ബന്ധുക്കളാലോ അല്ലെ അവരുടെ സഹോദരങ്ങളാലോ അല്ലെ അവരുടെ നോബിൾസിനാലോ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അവരാരും പിന്നീട് ഒരു സമാധാനപരമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലൊന്നും അല്ലെങ്കിൽ നല്ലൊരു ഭരണമോ നല്ല രീതിയിലുള്ളൊരു കാര്യങ്ങളൊന്നും ഇവരുടെ ഇടയിൽ പിന്നീട് ഉണ്ടാവുകയൊന്നും ചെയ്തിട്ടില്ല. ഇതിന് ശേഷം അധികാരത്തിൽ വന്ന ഭരണാധികാരിയായിരുന്നു ഷാജഹാൻ മൂന്നാമൻ. 1759, 60 എന്നീ 2 വർഷങ്ങളിലായിരുന്നു ഇദ്ദേഹം ഭരണം നടത്തിയിരുന്നത്. ഇദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരായിരുന്നു മുഹി ഉൾ മില്ലത്ത് എന്നുള്ളത്. എന്നാൽ ഇതിനുശേഷം പിന്നീട് അധികാരത്തിൽ വരുന്ന വ്യക്തി എന്ന് പറയുന്നത് ഷാ ആലം രണ്ടാമനാണ്. 1760 മുതൽ 1806 വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇദ്ദേഹം അധികാരത്തിലിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ സമയത്താണ് വളരെ പ്രധാനപ്പെട്ട 2 യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്. 1761 നടന്ന മൂന്നാം പാനിപ്പത്ത് യുദ്ധവും 1764 നടന്ന ബാറ്റിൽ ഓഫ് ബക്സാറും. പിന്നീട് 1765 അലഹബാദ് ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഇദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സംരക്ഷണത്തിൽ അലഹബാദ് താമസിച്ചു പോരുകയും ചെയ്തു. പിന്നീട് ഇതിന് ശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അധികാരത്തിലെത്തുവാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് മാറുന്നത് ഇദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകുന്ന കുറേയധികം ഫാർമാനും അതുവഴി നൽകുന്ന കുറേയധികം അവകാശങ്ങളും വഴിയാണ്. അതിലേറ്റവും വലുതെന്ന് പറയുന്നത് മുഗൾസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങളായിട്ടുണ്ടായിരുന്ന ബംഗാൾ, ബീഹാർ, ഒറീസ ഇവിടത്തേക്ക് നികുതി പിരിക്കുവാനുള്ള ദിവാനി റൈറ്റ്സ് ഒരു ഫാർമാൻ വഴി ബ്രിട്ടീഷുകാർക്ക് നൽകുന്നു എന്നുള്ളത്. പിന്നീട് 1772 മറാത്താസ് ഇദ്ദേഹത്തെ ഡൽഹിയിലേക്ക് കൂട്ടിക്കൊണ്ടു വരികയും 1803 വരെ അവിടെ ജീവിക്കുകയും ചെയ്തു. 1803 ബ്രിട്ടീഷുകാർ ദൗലത് റാവു സിന്ധ്യനെ തോൽപ്പിക്കുന്നത് വഴി ഇദ്ദേഹം വീണ്ടും ബ്രിട്ടീഷുകാരുടെ സംരക്ഷണത്തിലാവുകയും പിന്നീട് ബ്രിട്ടീഷുകാരുടെ പെൻഷനറായിട്ട് ജീവിച്ചു വരികയും ചെയ്തു. ഇതിന് ശേഷം അധികാരത്തിൽ വന്ന വ്യക്തിയായിരുന്നു അക്ബർ II. ഇദ്ദേഹം 1806 മുതൽ 1837 വരെയായിരുന്നു അധികാരത്തിലിരുന്നത്. ഇദ്ദേഹമാണ് നമ്മുടെ രാജാറാം മോഹൻ റായ്ക്ക് രാജ എന്ന ടൈറ്റിൽ നൽകുന്നത്. കൂടാതെ മുഗൾ എംപയേഴ്സിൻ്റെ പേരിൽ കോയിൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് നിർത്തലാക്കുന്നതും ഇദ്ദേഹത്തിൻ്റെ സമയത്താണ്.
ഇതിനെല്ലാം ശേഷം ഏറ്റവും അവസാനത്തെ മുഗൾ എംപയറായിട്ട് ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്ന വ്യക്തിയാണ് ബഹദൂർ ഷാ രണ്ട് അല്ലെങ്കിൽ ബഹദൂർ ഷാ സാഫർ. 1837 മുതൽ 1857 വരെയാണ് ഇദ്ദേഹം ഭരണം നടത്തിയിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ സമയത്താണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നതും അദ്ദേഹത്തെ ഇന്ത്യയുടെ എംപയറായിട്ട് പ്രഖ്യാപിക്കുന്നതും. പിന്നീട് ഇതിന് ശേഷം ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ പിടിച്ചടക്കുകയും റാങ്കൂണിലേക്ക് നാട് കടത്തുകയും 1862 അവിടെ വെച്ച് മരണമടയുകയും ചെയ്തു. ഇതിനെല്ലാം ശേഷം ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നതുകൊണ്ട് തന്നെ 1858 നവംബർ 1-ാം തീയതി ക്യൂൻ വിക്ടോറിയ ഡിക്ലറേഷൻ വരികയും മുഗൾ എംപയേഴ്സിൻ്റെ എല്ലാ ഭരണാധികാരങ്ങളും ഇന്ത്യയിൽ അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കിയത് എന്തൊക്കെയാണ് മുഗൾ എംപയേഴ്സ് ഇന്ത്യയിൽ നേരിട്ട ചലഞ്ചസ് എന്നുള്ളതാണ്. നമുക്ക് നാളെ നോക്കാനുള്ളത് മുഗൾ എംപയേഴ്സിൻ്റെ കോസസ് ഓഫ് ഫെയിലിയർ ആണ്. ഓക്കെ, അത് നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഒരു വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടില്ലാതെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ പ്ലീസ് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുമൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ട് ഡെഫിനറ്റ്ലി പറയുക. എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് മാത്രമേ നമുക്ക് തിരുത്താൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഡെഫിനറ്റ്ലി അതും പറയാം കേട്ടോ. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് അത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഇൻസ്പിറേഷനുമാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇന്ത്യയിലെ മുഗൾ സാമ്രാജ്യം നേരിടേണ്ടി വന്നിരുന്ന ചലഞ്ചസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചരിത്രം കുറച്ചെങ്കിലും പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു സ്വാഭാവികമായിട്ട് വരുന്നൊരു ഡൗട്ടാണ്, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ഇന്ന് മുഗൾ സാമ്രാജ്യം ഭരണം നടത്തുകയില്ലായിരുന്നു എന്നൊരു ചോദ്യം പലപ്പോഴും വരാറുണ്ട്. നിങ്ങളുടെ ആ ചോദ്യത്തിനുള്ളൊരു ഉത്തരം ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം തകർന്നതിനെക്കുറിച്ചും അതിൻ്റെ എക്സാക്റ്റ് കാരണങ്ങളെക്കുറിച്ചും നമ്മുടെ ചരിത്രകാരന്മാർക്കിടയിൽ കൂടെ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. സ്കോളേഴ്സ് ഇതിനെ രണ്ട് ബ്രോഡ് ലൈനായിട്ടാണ് പറയുന്നത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് എംപയർ റിലേറ്റഡ് ആയിട്ടുള്ള കാരണങ്ങളും രണ്ടാമത്തേതെന്ന് പറയുന്നത് റീജിയൻ റിലേറ്റഡ് ആയിട്ടുണ്ടാകുന്ന കാരണങ്ങളുമാണ്. എംപയർ റിലേറ്റഡ് എന്ന് പറയുന്നത് മുഗൾ എംപയറിൻ്റെ ഉള്ളിലെ തന്നെ അതിൻ്റെ സ്ട്രക്ചറിലും ഫങ്ഷനിങ്ങിലും വന്ന പ്രശ്നങ്ങളാണ് എംപയർ ഡിക്ലൈൻ ആകുവാനുള്ള കാഴ്ചപ്പാടാണ് എംപയർ റിലേറ്റഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. റീജിയൻ റിലേറ്റഡ് എന്ന് പറയുന്നത് എംപയറിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പാർട്സിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും ഇൻസ്റ്റെബിലിറ്റിയും മുഗൾ എംപയറിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി എന്ന് പറയുന്നതാണ് റീജിയണൽ റിലേറ്റഡ് എന്ന് പറയുന്നത്. മുഗൾ എംപയറിൻ്റെ പതനം ഔറംഗസീബിൻ്റെ കാലത്ത് നിന്ന് തന്നെ ആരംഭിച്ചിരുന്നുവെങ്കിലും അത് ശക്തമായിട്ട് പ്രകടമാകാൻ തുടങ്ങുന്നത് 1707 അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ്. ഔറംഗസീബ് മരണമടയുന്നതോടുകൂടി മുഗൾസിൻ്റെ അതോറിറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് അന്നത്തെ പല നാട്ടുരാജ്യങ്ങളും ചീഫുമാരുമൊക്കെ മുന്നോട്ട് വന്നു. എന്നാൽ സിഖ്, മറാത്ത, രാജ്പുത്ത് ഇവരൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർക്കൊന്നും തന്നെ മുഗൾ എംപയറിനെ പുറത്താക്കാൻ പോകുന്ന ശക്തികളായിരുന്നില്ല. ഇവരുടെ സ്വന്തം ഇൻഡിപെൻഡൻസ് നിലനിർത്തുവാനായിട്ട് എംപയറിനെ എതിർത്ത് നിൽക്കുവാൻ മാത്രം കെൽപ്പുള്ളവരായിരുന്നു ഇവർ. അതുകൊണ്ട് തന്നെ ഔറംഗസീബിന് ശേഷം വന്ന ഭരണാധികാരികളിൽ കഴിവുള്ള റൂളേഴ്സ് ഉണ്ടായിരുന്നുവെങ്കിൽ മുഗൾ സാമ്രാജ്യം ഒരിക്കലും തകർന്നു പോവുകയില്ലായിരുന്നു. എന്നാൽ ഔറംഗസീബിന് ശേഷം വന്ന ഇവർ എല്ലാം തന്നെ ഇൻകേപ്പബിളും ദുർബലരും ലിസെൻറ്റിയസ് മൊണാർക്കിൻ്റെ ഗ്രൂപ്പുമായിട്ട് മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അവർ എല്ലാം ചേർന്ന് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ വേഗത്തിലാക്കുകയും അവസാനം എംപയർ തകരുകയുമാണ് ചെയ്യുന്നത്. ഇനി മുഗൾ എംപയർ കൊളാപ്സ് ആകുവാനുണ്ടായിരുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് അലീജിയൻസ് ഓഫ് സമീന്ദാർസ് ആണ്. മധ്യകാലം മുതൽ തന്നെ എംപയേഴ്സിനോടൊപ്പം അധികാരം പങ്കിട്ട മറ്റ് രണ്ട് കൂട്ടർ കൂടെ ഉണ്ടായിരുന്നു, സമീന്ദാർസും നോബിൾസും. ഈ സമീന്ദാർ എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് ഭൂ ഉടമകളായിരുന്ന വ്യക്തികളായിരുന്നു. അവർക്ക് ഈ പ്രിവിലേജസ് എല്ലാം തന്നെ ലഭിക്കുന്നത് ഹെറിഡിറ്ററി ബേസിസിലായിരുന്നു. ഇവരിൽ ചിലരാണ് റെയ്സ്, താക്കൂർ, രാജാസ്, ദേശ്മുഖ് അങ്ങനെ പല പേരുകളിലായിരുന്നു ഇവർ അറിയപ്പെട്ടിരുന്നത്. ഇവർക്ക് മുഗൾ എംപയറിൽ വലിയൊരു സ്ഥാനം ലഭിച്ചിരുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ലോക്കൽ അഡ്മിനിസ്ട്രേഷനും റവന്യൂ കളക്ഷനും ഒക്കെ ഇവർ ചെയ്തു കൊടുത്തിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഈ കാര്യങ്ങൾ നടത്തിയെടുക്കുവാനായിട്ട് അവർ ഒരു സ്വന്തം പട്ടാളത്തെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവരുടെ അധികാരങ്ങളിൽ കൈ കടത്തുവാനായിട്ട് മുഗൾസ് ശ്രമിക്കുകയുണ്ടായി. ഇവരുടെ അധികാരങ്ങൾ കർബ് ചെയ്യുവാനും കൃഷിക്കാരുമായിട്ട് നേരിട്ട് ബന്ധം സ്ഥാപിക്കുവാനും എംപയർ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അത് പൂർണ്ണമായിട്ടും വിജയിച്ചുമില്ല. ഔറംഗസീബിൻ്റെ സമയത്ത് തന്നെ സമീന്ദാർസിൻ്റെ ഇൻഫ്ലുവൻസും പവേഴ്സും ഒക്കെ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിലെ ഏറ്റവും വലിയ ഫോളോ ഔട്ട് എന്താണെന്നാൽ അവിടുത്തെ റീജിയണൽ ലോയാലിറ്റീസ് ഒക്കെ ഇതിനെ എൻകറേജ് ചെയ്യുന്നുണ്ടായിരുന്നു.
ഒരുപാട് ലോക്കൽ സമീന്ദാർസും അവിടുത്തെ നോബിലിറ്റിയുമൊക്കെ എംപയറിന് ഉള്ളിൽ തന്നെ പവർഫുൾ ക്ലാസ് ആയിട്ടുണ്ടായിരുന്ന മറ്റ് ആൾക്കാരെയും ഇവർ സഹായിക്കുന്നുണ്ടായിരുന്നു. എംപയറിൻ്റെ വീക്ക്നെസ് മുതലെടുത്തുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ടൊരു ഇൻഡിപെൻഡൻറ്റ് കിങ്ഡം സ്ഥാപിക്കുക എന്നതായിരുന്നു ഈ കൂട്ടരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതും മുഗൾ സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ഒരു കാരണമായിട്ട് പിന്നീട് മാറി. മുഗൾ പതനത്തിൻ്റെ മറ്റൊരു കാരണമാണ് ജഗീർദാരി ക്രൈസിസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ നൊബിലിറ്റി എന്നൊരു ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരിൽ 2 കൂട്ടരാണ് വരിക. ഒന്നാമതായിട്ട് ജഗീർസും രണ്ടാമതായിട്ട് മൻസബ്ത് അല്ലെങ്കിൽ മുഗൾസിൻ്റെ സുബൈദാസും. ഇതിൽ ഒരുപാട് രാജ്പുത്ത് റൂളേഴ്സൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. മുഗൾസിൻ്റെ ഭരണകാലത്തെ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ റൂൾ ഓഫ് നൊബിലിറ്റി എന്നാണ്. കാരണം എംപയറിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിൽ ഈ നോബിൾസ് വലിയൊരു പങ്ക് വഹിച്ചിരുന്നു. ഈ നൊബിലിറ്റിയിൽ വരുന്ന ആൾക്കാർ തന്നെ അവരുടെ സ്വന്തമായി ഓരോ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. റിലീജിയൻ, ഹോംലാൻഡ്, പിന്നെ ഗോത്രം തുടങ്ങിയ കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അക്ബറിൻ്റെ സമയത്ത് ഇവർ തമ്മിലൊരു വെൽ നൈറ്റായിട്ടുള്ള ഓർഗനൈസേഷനൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് വന്ന മുഗൾസ് ഒരു സ്ട്രോങ് സെൻട്രൽ ലീഡർഷിപ്പ് ഇതുപോലെ പിന്നീട് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ വ്യക്തികൾക്കിടയിൽ പരസ്പരം കലഹിക്കുക, ജലസി, അധികാരത്തിന് വേണ്ടിയുള്ള മത്സരം ഇതൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം പിന്നീട് മുഗൾ എംപയറുടെ പതനത്തിന് കാരണമായിട്ട് മാറുകയും ചെയ്തു. അടുത്തൊരു കോസാണ് റൈസ് ഓഫ് റീജിയണൽ ആസ്പിരേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഔറംഗസീബിൻ്റെ കാലത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള റീജിയണൽ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ജാട്ട്, സിഖ്, മറാത്താസ് തുടങ്ങിയവരൊക്കെ മുഗൾ അതോറിറ്റീനെ മറികടന്നുകൊണ്ട് സ്വന്തമായൊരു ഇൻഡിപെൻഡൻറ്റ് കിങ്ഡം സ്ഥാപിക്കുന്നതിനായിട്ട് ശ്രമം നടത്തിയിട്ടുള്ളവരായിരുന്നു ഇവരെല്ലാം തന്നെ. എന്നാൽ ഇവർക്കൊന്നും അന്ന് ഇൻഡിപെൻഡൻറ്റ് കിങ്ഡം അപ്പോൾ ക്രിയേറ്റ് ചെയ്യാനായി സാധിച്ചിരുന്നില്ല. എങ്കിലും പക്ഷേ ഫ്യൂച്ചറിൽ അവരവരുടേതായിട്ടുള്ള റീജിയണലിൽ ഉണ്ടാകാൻ പോകുന്ന പൊളിറ്റിക്കൽ ഇവൻസിനെ സ്വാധീനിക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. അവരുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ പിന്നീട് എംപയർ ദുർബലമാകുവാൻ കാരണമായിട്ട് മാറുകയും ചെയ്തു. ഔറംഗസീബിൻ്റെയും പിന്നീട് ബഹദൂർ ഷാ ഒന്നിൻ്റെയും സമയത്ത് രാജ്പുത്തിനെ അടിച്ചമർത്തുവാൻ നോക്കിയിരുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ രാജ്പുത്തും തിരിച്ച് മുഗൾസിനോട് ഇതുപോലെ തന്നെ പെരുമാറാൻ തുടങ്ങി. പിന്നീട് ലേറ്റർ മുഗൾസിൻ്റെ സമയത്ത് രാജ്പുത്തുമായിട്ട് സമാധാന ചർച്ചകൾക്ക് ശ്രമിച്ചിരുന്നെങ്കിലും അപ്പോഴേക്കും സമയം ഒത്തിരി വൈകിപ്പോയിരുന്നു. രാജ്പുത്തിന് എന്നേക്കുമായിട്ട് മുഗൾസിലുള്ള വിശ്വാസം ഈ ഒരു സമയം കൊണ്ട് നഷ്ടപ്പെട്ടിരുന്നു. ഇനി മറാത്താസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മറാത്താസ് മുഗൾസിൻ്റെ ഏറ്റവും പ്രബല ശത്രുവായിട്ട് മാറുകയാണ് പിന്നീട് ചെയ്യുന്നത്. തുടക്കത്തിൽ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് മഹാരാഷ്ട്ര ഉൾപ്പെടുന്ന പ്രദേശങ്ങളുടെ കൺട്രോൾ തിരിച്ചു പിടിക്കുക എന്നത് മാത്രമായിരുന്നു. എന്നാൽ പിന്നീടത് ഇന്ത്യയിലുടനീളം സർദേശ് മുഖിയും ചൗദും ഒക്കെ കളക്ട് ചെയ്യുന്നതിനുള്ള ലീഗൽ സാങ്ഷൻസ് മുകളിൽ നിന്ന് കിട്ടുക എന്നതായിട്ട് മാറി. ചൗദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഏലിയൻ സ്റ്റേറ്റ് അവരുടെ ഗ്രോസ് റവന്യൂവിൽ നിന്നും 1/4 ഭാഗം മറാത്താസിന് നൽകണമെന്നുള്ളതാണ് ചൗദ് എന്ന് പറയുന്നത്. സർദേശ് മുഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ചൗദിന് മുകളിൽ അഡീഷണലായിട്ട് ഏർപ്പെടുന്ന 10% ടാക്സിനെയാണ് സർദേശ് മുഖി എന്ന് പറയുന്നത്. അങ്ങനെ അവർ അവരുടെ ഇൻഫ്ലുവൻസുകളെല്ലാം നോർത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുകയും നോർത്ത് വേർഡ്സ് ഫോർജ് ചെയ്യാൻ ആരംഭിക്കുകയും 1740 ആകുന്നതോടുകൂടി അവരുടെ ഇൻഫ്ലുവൻസ് ഗുജറാത്ത്, മാൽവ, ബദൽഖണ്ഡ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ രാജ്പുത്തും മറാത്താസും എല്ലാം ഓരോ വശങ്ങളിൽ നിന്നും സ്ട്രോങ് ആയിക്കൊണ്ടിരുന്നതും മുഗൾ എംപയറിൻ്റെ പതനത്തിനുള്ള മറ്റൊരു കാരണമായിട്ട് മാറുകയും ചെയ്തു. മുഗൾ എംപയറിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ മറ്റൊരു കാര്യമായിരുന്നു എക്കണോമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന ലേറ്റർ മുഗൾസിൻ്റെ സമയം അമീർസിൻ്റെ എണ്ണം അല്ലെങ്കിൽ അവരുടെ റാങ്ക് അല്ലെങ്കിൽ മൻസബൊക്കെ ഒത്തിരി ഷാർപ്പ്ലി കൂടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ വന്നതോടുകൂടി ജഗീർസിൻ്റെ ഇടയിൽ വിതരണം ചെയ്യുവാനായിട്ടുണ്ടായത് ഭൂമിയുടെ അളവും കുറഞ്ഞു വന്നു. ഔറംഗസീബ് ഇത് പരിഹരിക്കുവാനായി ചെയ്തത് ജഗീർസിൻ്റെ കയ്യിൽ നിന്നും വാങ്ങുന്ന ഇൻകം കൂട്ടുക എന്നതായിരുന്നു. എന്നാൽ ഇങ്ങനെ വന്നപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ജഗീർസ് കർഷകരുടെ മുകളിൽ സമ്മർദ്ദം ചെലുത്തുവാനായിട്ട് ആരംഭിച്ചു. കർഷകരുടെ കയ്യിൽ നിന്നും മേടിക്കുന്നത് കൂട്ടുവാനായിട്ട് തുടങ്ങിയതോടുകൂടി ഈ 2 കൂട്ടർക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടി തുടങ്ങി. ഇത് മുഗൾ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ഇത് പിന്നീട് മുഗളിൻ്റെ തകർച്ചയെ ബാധിക്കുന്ന മറ്റൊരു ഘടകമായിട്ട് മാറുകയും ചെയ്തു. ഈ കൂടെ തന്നെ അവിടെ യുദ്ധങ്ങൾ നടക്കുകയും കൂടാതെ എംപയറിൻ്റെ ലക്ഷറീസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് അതും കൂടാതെ കലിസ ലാൻഡിൽ വന്ന വലിയ രീതിയിലുള്ള കുറവ് ഇതിൻ്റെയൊക്കെ അനന്തര ഫലമായിട്ട് ചിലവ് വലിയ രീതിയിൽ കൂടുകയും വരവ് വലിയ രീതിയിൽ കുറയുകയും ചെയ്തു. എന്നാൽ ഇതിനെയെല്ലാം നേരെയാക്കേണ്ടിയിരുന്ന മുഗൾ എംപയറിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഒന്നും പിന്നീട് ഉണ്ടാകുന്നില്ല.
ഇന്ത്യയിലെ വ്യാപാരം വലിയ രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ കൂടെ അത് തീരപ്രദേശത്തോട് ചേർന്നായിരുന്നു നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ മുഗൾസിന് അതിൽ നിന്നും വലിയ രീതിയിലുള്ള ലാഭവും ലഭിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള എക്കണോമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങളും മുഗൾ എംപയറിൻ്റെ പതനത്തിന് കാരണമായി. ഔറംഗസീബ് മരണം അടയുന്നതോടുകൂടി ഇതെല്ലാം പ്രകടമാകാൻ തുടങ്ങുകയും പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചലഞ്ചസും കൂടി വരുന്ന സമയത്ത് മുഗൾ എംപയറിൻ്റെ പതനം പൂർണ്ണമാകുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് നമുക്ക് മുഗൾ എംപയറിൻ്റെ പതനത്തെക്കുറിച്ച് അറിയുവാൻ വേണ്ടിയുള്ളത്. അത് വീഡിയോ കൺക്ലൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, അതായത് നമ്മുടെ ചാനലെന്ന് പറയുന്നത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടില്ലാതെ നമുക്ക് ഒരിക്കലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതും കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ പോരായ്മകൾ പറയുന്ന സമയത്ത് മാത്രമാണ് നമുക്കത് തിരുത്തുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഇതിൻ്റെ ബാക്കി തന്നെയാണ് കേട്ടോ, റൈസ് ഓഫ് റീജിയണൽ കിങ്ഡംസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ആ ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ മുഗൾ എംപയറിൻ്റെ പതനത്തിന് ശേഷം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്ന റീജിയണൽ സ്റ്റേറ്റുകളെ നമുക്ക് 3 ബ്രോഡ് കാറ്റഗറി ആയിട്ട് തരംതിരിക്കാൻ സാധിക്കുന്നതാണ്. അതിലൊന്നാമത്താണ് സക്സസർ സ്റ്റേറ്റ്, രണ്ടാമത്താണ് ഇൻഡിപെൻഡൻറ്റ് കിങ്ഡം, മൂന്നാമത്തെയാണ് ദ ന്യൂ സ്റ്റേറ്റ്. അതിൽ സക്സസർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പണ്ട് മുഗൾ എംപയറിൻ്റെ ഭാഗമായിരുന്ന പിന്നീട് അതിൽ നിന്നും വേർപെട്ട് പോയവയാണ് നമ്മൾ സക്സസർ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇവർ മുഗൾസിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. പകരം ഇവർ വിർച്വലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിനെ എക്സ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവർക്ക് ഉദാഹരണമാണ് ബംഗാൾ, അവധ്, ഹൈദരാബാദ് തുടങ്ങിയവയൊക്കെ. അടുത്ത കാറ്റഗറിയാണ് ഇൻഡിപെൻഡൻറ്റ് കിങ്ഡംസ്. മുഗൾസിന് അവരുടെ പ്രൊവിൻസസിന് മുകളിലുണ്ടായിരുന്ന നിയന്ത്രണങ്ങളൊക്കെ ഡീസ്റ്റെബിലൈസ് ആയതോടുകൂടി നിലവിൽ വന്നവയാണ് ഇൻഡിപെൻഡൻറ്റ് കിങ്ഡംസ്. ഉദാഹരണം പറയുകയാണെങ്കിൽ മൈസൂർ, രാജ്പുത്ത് തുടങ്ങിയവയെല്ലാം. മൂന്നാമത്തെ കാറ്റഗറിയാണ് ന്യൂ സ്റ്റേറ്റ്. ന്യൂ സ്റ്റേറ്റ് എന്നാൽ മുഗൾ എംപയറിന് റെബലായിട്ട് നിന്നുകൊണ്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളവയാണ് ന്യൂ സ്റ്റേറ്റ് എന്ന്. ഉദാഹരണം പറയുകയാണെങ്കിൽ മറാത്ത, സിഖ്, ജാട്ട് തുടങ്ങിയവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. നമുക്കിനി ഓരോ റീജിയണൽ കിങ്ഡംസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം വരുന്നത് ഹൈദരാബാദാണ്. ആസാഫ് ജാ ഹൗസ് ഓഫ് ഹൈദരാബാദിൻ്റെ സ്ഥാപകൻ കിലിച്ച് ഖാനാണ്. ഇദ്ദേഹത്തെ നമ്മൾ കൂടുതലും അറിയപ്പെടുന്നത് നിസാമുൽ മുൽക്ക് എന്നാണ്. ഡെക്കാനിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് കിങ്ഡം സ്ഥാപിക്കണം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത് സുൽഫിക്കർ ഖാനായിരുന്നു. എന്നാൽ 1713 ഇദ്ദേഹം മരണമടയുന്നതോടുകൂടി ആ ആഗ്രഹം സഫലമാകാതെ പോയി. അന്നത്തെ മുഗൾ എംപയറിൻ്റെ ഡെക്കാനിലെ ഫുൾ ഫ്ലെജ്ഡ് വൈസ്രോയായി നിയമിക്കപ്പെട്ട വ്യക്തിയായിരുന്നു മുബാരിസ് ഖാൻ. എന്നാൽ ഇത് ഇഷ്ടപ്പെടാതിരുന്ന കിലിച്ച് ഖാൻ മുബാരിസ് ഖാനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാൻ തീരുമാനിക്കുകയും അങ്ങനെ 1724 ബാറ്റിൽ ഓഫ് ഷഗർകേദയിൽ വെച്ച് മുബാരിസ് ഖാനെ പരാജയപ്പെടുത്തുകയും വധിച്ചു കളയുകയും ചെയ്തു. ഇതോടുകൂടി ഡെക്കാൻ്റെ കൺട്രോള് കിലിച്ച് ഖാൻ്റെ കൈകളിലെത്തുകയും 1725 അവിടുത്തെ വൈസ്രോയായി നിയമിതരാകുകയും ചെയ്തു. ഇതോടുകൂടി ആസാഫ് ജാ എന്ന ടൈറ്റിൽ അദ്ദേഹത്തിന് തന്നെ സ്വന്തമായിട്ടിടുകയും ചെയ്തു. അടുത്ത പ്രൊവിൻസാണ് അവധ്. അവധ് എന്ന ഇൻഡിപെൻഡൻറ്റ് പ്രിൻസിപ്പാലിറ്റിയുടെ സ്ഥാപകൻ സാദത്ത് ഖാനാണ്. ഇദ്ദേഹം കൂടുതലും അറിയപ്പെടുന്നത് ബുർഹാൻ ഉൽ മുൽക്ക് എന്ന പേരിലാണ്. ഇദ്ദേഹം ഒരു ഷിയ മുസ്ലിം ആയിരുന്നു. ഇദ്ദേഹം പിന്നീട് സെയ്ദ് ബ്രദേഴ്സിനെതിരെ ഒരു കോൺസ്പിരൻസിയിൽ ഇൻവോൾവ് ആകുകയും അതോടുകൂടി ഇദ്ദേഹം കൂടുതൽ മൻസബ് നൽകേണ്ടി വരികയും ചെയ്തു. പിന്നീട് ഇദ്ദേഹത്തെ കോർട്ടിൽ നിന്ന് പുറത്താക്കുകയും ഇതോടുകൂടി അദ്ദേഹം പുതിയൊരു ഇൻഡിപെൻഡൻറ്റ് കിങ്ഡം സ്ഥാപിക്കുകയും ചെയ്തു. ഇതിനുശേഷം ഇന്ത്യയിലെ നാദിർ ഷായുടെ ആക്രമണങ്ങൾ കൂടി വരികയും വലിയ രീതിയിലുള്ള വർധന വരികയും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും വലിയ രീതിയിലുള്ള കൊള്ള മുതലുകൾ അല്ലെങ്കിൽ ബൂട്ടി ആവശ്യപ്പെടുകയും ചെയ്തു. ഇതോടുകൂടി ഈ ഒരു പ്രഷർ താങ്ങാൻ കഴിയാതെ വന്ന ബുർഹാൻ ഉൽ മുൽക്ക് ആത്മഹത്യ ചെയ്യുകയാണ് പിന്നീട് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം സഫ്ദാർ ജംഗ് അവധിൻ്റെ പുതിയ നവാബായിട്ട് സ്ഥാനമെടുക്കുകയും ചെയ്തു. അടുത്തതായിട്ട് വരുന്ന റീജിയണൽ സ്റ്റേറ്റാണ് ബംഗാൾ. ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ഓഫ് ബംഗാളിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് മുഷീദ് കുലി ഖാനാണ്. വളരെ കഴിവുള്ള ഇദ്ദേഹം ബംഗാളിനെ വളരെ പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റായിട്ട് മാറ്റിയെടുക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ മകനായിരുന്ന ഷുജാഉദ്ദീൻ 1927 അധികാരമേൽക്കുകയും അതിനുശേഷം സർഫറാസ് ഖാൻ അധികാരമേൽക്കുകയും ചെയ്തു. എന്നാൽ 1740 ബീഹാറിൻ്റെ ഡെപ്യൂട്ടി ഗവർണറായിരുന്ന അല്ലിവർദി ഖാൻ ഗിരിയയിൽ വെച്ച് സർഫറാസ് ഖാനെ വധിച്ചു കളയും. ഇതോടുകൂടി പവേഴ്സ് അസ്യൂം ചെയ്ത ശേഷം അല്ലിവർദി ഖാൻ ഇയർലി ട്രിബ്യൂട്ട് നൽകിക്കൊണ്ട് മുഗൾസിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുകയും ചെയ്തു.
അടുത്തതായിട്ട് എസ്റ്റാബ്ലിഷ് ആകുന്ന സ്റ്റേറ്റാണ് രാജ്പുത്ത്. 18-ാം നൂറ്റാണ്ടോടുകൂടി തന്നെ രാജ്പുത്ത് അവരുടെ ഇൻഡിപെൻഡൻറ്റ് കിങ്ഡം എക്സ്റ്റാബ്ലിഷ് ചെയ്യുവാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതോടുകൂടി മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ ഒന്നാമൻ അജിത് സിംഗിനെതിരെ 1708 മാർച്ച് ചെയ്യുകയും ഇതിനിടയിൽ അജിത് സിംഗ് ജയ്സിംഗ് ഒന്നാമനും ദുർഗദാസ് റാത്തോറുമായിട്ടൊരു സഖ്യം ചേരുകയും എന്നാൽ ഈ അലയൻസ് പിന്നീട് തകർന്നു പോവുകയും ചെയ്തു. ഒരു കാലത്ത് ഡൽഹി മുതൽ വെസ്റ്റേൺ കോസ്റ്റ് വരെ വ്യാപിച്ച് കിടന്നിരുന്ന ഒരു വലിയ പ്രദേശം മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് രാജ്പുത്തായിരുന്നു. അടുത്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് മൈസൂരാണ്. 18-ാം നൂറ്റാണ്ടോടുകൂടി തന്നെ അപ്പിയറായ മറ്റൊരു സ്റ്റേറ്റ് ആയിരുന്നു മൈസൂർ. വെസ്റ്റേൺ ഗാട്സിൻ്റെയും ഈസ്റ്റേൺ ഗാട്സിൻ്റെയും ജംഗ്ഷനിൽ വരുന്ന ഈ ഒരു പ്രദേശം ഭരണം നടത്തിയിരുന്നത് വോഡയർ ഡൈനസ്റ്റി ആയിരുന്നു. എന്നാൽ വിവിധ ശക്തികൾക്ക് ഈ ഒരു പ്രദേശത്തിൻ്റെ ഇമ്പോർട്ടൻസ് കൊണ്ട് തന്നെ ഇതിൽ താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു പ്രദേശം നിരന്തരം ഒരു യുദ്ധക്കളമായിട്ട് മാറി. അങ്ങനെ അവസാനം ഈ പ്രദേശം ഹൈദരാലിയുടെ കൈകളിൽ എത്തിച്ചേരുകയും തുടർന്ന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഭരണം നടത്തി പോരുകയും ചെയ്തു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ കൈ കടത്തലുകൾ ശക്തമായതോടുകൂടി ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനും പിന്നീട് ബ്രിട്ടീഷുകാരുമായിട്ട് നിരന്തരം യുദ്ധങ്ങളിൽ ഏർപ്പെടുവാൻ വേണ്ടി ആരംഭിക്കുകയും ചെയ്തു. അടുത്ത സ്റ്റേറ്റ് ആയിരുന്നു കേരള. തിരുവിതാംകൂറിനെ തലസ്ഥാനമാക്കി ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ഓഫ് കേരള സ്ഥാപിച്ചത് മാർത്താണ്ഡവർമ്മയായിരുന്നു. കന്യാകുമാരി മുതൽ കൊച്ചി വരെയുള്ള പ്രദേശങ്ങളായിരുന്നു ഈ ഒരു സ്റ്റേറ്റിന് കീഴിൽ വന്നിരുന്നത്. മാർത്താണ്ഡവർമ്മയുടെ അധികാരത്തിനുള്ളിൽ ഇവിടെ ഒത്തിരിയധികം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയും ആർമീനെ മോഡേണൈസ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അടുത്തൊരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ആയിരുന്നു ജാട്ട് എന്ന് പറയുന്നത്. ജാട്ട് എന്ന് പറയുന്നത് ബേസിക്കലി അഗ്രികൾച്ചറിസ്റ്റുകളായിരുന്നു. ഇവർ ഡൽഹി, മധുര, ആഗ്ര തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ജീവിച്ചു പോന്നിരുന്നത്. ഔറംഗസീബിൻ്റെ അടിച്ചമർത്തലുകൾക്കെതിരെ ഇവർ വലിയ രീതിയിലുള്ള റിവോൾട്ടുകളും നടത്തിപ്പോന്നു. അങ്ങനെ ആദ്യത്തെ റെബല്യൻ ഉണ്ടാകുന്നത് 1669 ഗോഖലെയുടെ നേതൃത്വത്തിൽ മഥുര ഡിസ്ട്രിക്റ്റിലായിരുന്നു. എന്നാൽ ഈ റെബല്യൻ വിജയിച്ചില്ല. തുടക്കത്തിലെ തിരിച്ചടികൾക്ക് ശേഷം 18-ാം നൂറ്റാണ്ടിൽ ജാട്ട് കിങ്ഡം ഓഫ് ഭരത്പൂർ സ്ഥാപിക്കുന്നത് ചുരാമാൻ്റെയും ബദൻ സിംഗിൻ്റെയും നേതൃത്വത്തിലാണ്. പിന്നീട് സൂരജ് മാലിൻ്റെ ഭരണകാലത്താണ് ജാട്സ് അവരുടെ പരമോന്നതിയിലെത്തുകയും ഇദ്ദേഹത്തിന് നല്ല ഭരണം കാഴ്ചവെക്കുക മാത്രമായിരുന്നില്ല ചെയ്തത്. കൂടാതെ തന്നെ രാജ്യത്തിൻ്റെ ടെറിട്ടറീസ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തു. ഈസ്റ്റ് ഗംഗ മുതൽ സൗത്ത് ചാമ്പൽ വരെ, ഇത് കൂടാതെ തന്നെ മധുര, മീററ്റ്, ആഗ്രയുടെ ചില ഭാഗങ്ങൾ ഇതെല്ലാം ചേരുന്നതായിരുന്നു ജാട്ടിൻ്റെ കിങ്ഡം എന്ന് പറയുന്നത്. എന്നാൽ 1763 സൂരജ് മാലിൻ്റെ മരണം അടയുന്നതോടുകൂടി ജാട്സിൻ്റെ തകർച്ചയും ആരംഭിച്ചു. അതിനുശേഷം ഇത് സ്പ്ലിറ്റ് ആകുകയും പല സമീന്ദാറുമാരുടെ കയ്യിലായിട്ട് എത്തിച്ചേരുകയും ചെയ്തു. അടുത്ത സ്റ്റേറ്റാണ് സിക്ക്. 1675 ഔറംഗസീബ് 9ാമത്തെ സിഖ് ഗുരുവായിരുന്ന തേജ് ബഹദൂറിനെ അറസ്റ്റ് ചെയ്യുകയും വധിച്ചു കളയുകയും ചെയ്തു. ഇദ്ദേഹത്തെ വധിക്കുന്നതിനുണ്ടായിരുന്ന കാരണം ഇദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ചതും മുഗൾസ് വലിയ രീതിയിൽ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന കാശ്മീരി പണ്ഡിതുകൾക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് സിഖ് ട്രഡീഷൻ അനുസരിച്ച് വാദിച്ചതുമായിരുന്നു ഇദ്ദേഹത്തെ വധിക്കുവാനുണ്ടായ കാരണമെന്ന് പറയുന്നത്. ഇതിനുശേഷം 10ാമത്തെ സിഖ് ഗുരുവായി അധികാരമേറ്റ വ്യക്തിയായിരുന്നു ഗുരു ഗോവിന്ദ് സിംഗ്. ഔറംഗസീബിനെതിരെ കലാപങ്ങൾ നടത്തുവാൻ ആരംഭിക്കുകയും സിഖുകാരുടെ റിലീജിയൻ, ലിബർട്ടി ഇതൊക്കെ സംരക്ഷിക്കുന്നതിനായിട്ട് ഇദ്ദേഹം സിഖിനെ ഒരു മിലിറ്റൻ്റ് സെക്റ്റായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയും ചെയ്തു. ഇതിനുശേഷം സിഖിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുത്ത വ്യക്തിയായിരുന്നു ബന്ദ ബഹദൂർ. ശേഷം 1708 മുഗൾസ് ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയും വധിക്കുകയും ചെയ്തു. ഇതിനുശേഷം നാദിർ ഷാ, അഹമ്മദ് ഷാ അബ്ദാലിയുടെയൊക്കെ ഇൻവേഷൻ നടക്കുന്നതോടുകൂടി മുഗൾസ് വീക്കാകുകയും സിഖിന് അവരുടെ അതോറിറ്റി തിരികെ ലഭിക്കുകയും ചെയ്തു. ഈ സമയം സിഖ് 12 മീസിൽസ് അല്ലെങ്കിൽ കോൺഫെഡറേറ്റ്സ് ആയിട്ട് റീഓർഗനൈസ് ചെയ്യുകയും നമ്മൾ പഞ്ചാബ് എന്ന കിങ്ഡത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും അധികം ക്രെഡിറ്റുകൾ ലഭിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് രഞ്ജിത് സിംഗ് ആണ്. സുഗർ ചാക്യ മിസിലിൻ്റെ ലീഡറായിട്ടുണ്ടായിരുന്ന മഹൻ സിംഗിൻ്റെ മകനായിരുന്നു രഞ്ജിത് സിംഗ്. രഞ്ജിത് സിംഗ് സത്ലജ് മുതൽ ജലം വരെയുള്ള പ്രദേശങ്ങളും കൂടാതെ 1799 ലാഹോറും പിന്നീട് 1802 അമൃത്സറും പഞ്ചാബിൻ്റെ ഭാഗമാക്കി മാറ്റി. പിന്നീട് ട്രീറ്റി ഓഫ് അമൃത്സർ വഴി ബ്രിട്ടീഷുകാർക്ക് 6 സത്ലജ് ടെറിട്ടറീസിലുള്ള അധികാരങ്ങൾ അക്നോളജ് ചെയ്ത് നൽകുകയും ചെയ്തു. രഞ്ജിത് സിംഗ് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. ഇദ്ദേഹം യൂറോപ്യൻസിൻ്റെ സഹായത്തോടു കൂടി ആർമീനെ വലിയ രീതിയിൽ മോഡേണൈസ് ചെയ്യുകയും എന്നാൽ ഇദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടമായപ്പോഴേക്കും ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തോട് നിർബന്ധിച്ചുകൊണ്ട് 1838 ഷാഷുജയും ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു ട്രൈപാർട്ടി ഉടമ്പടി ഒപ്പുവയ്ക്കുകയും ചെയ്തു. അതുവഴി ബ്രിട്ടീഷ് ട്രൂപ്പിന് പഞ്ചാബ് വഴി ഒരു പാസേജ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരികയും പിന്നീട് ഷാഷുജ കാബൂളിൻ്റെ ത്രോൺ അസൈൻ ചെയ്യുകയും ചെയ്തു. 1839 രഞ്ജിത് സിംഗ് മരണമടയുന്നതോടുകൂടി
ഇതിന് ശേഷം വരുന്ന ഭരണാധികാരികൾ ആരും തന്നെ കഴിവുള്ളവർ ആയിരുന്നില്ല. അതോടുകൂടി ഇവഞ്ച്വലി ഈ ഒരു പ്രദേശം ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ നമ്മൾ പഠിക്കുന്ന അടുത്ത ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റാണ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ഓഫ് മറാത്താസ് എന്ന് പറയുന്നത്. അന്നത്തെ മോസ്റ്റ് ഫോർമിഡബിൾ ആയിട്ടുള്ള പ്രൊവിൻസ് ആയിരുന്നു മറാത്താസ് എന്ന് പറയുന്നത്. നല്ല കഴിവുള്ള പെഷ്വാസിന് കീഴിൽ മറാത്താസ് മുഗൾ അതോറിറ്റിനെ മാൽവയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും പിഴുതെറിഞ്ഞുകൊണ്ടാണ് അവരുടെ അധികാരം സ്ഥാപിച്ചെടുക്കുന്നത്. ഈ ഒരു സമയം മുഗൾ ഡോമിനേഷന് മേലെ ചീഫ് ഇൻഹെറിറ്റൻസ് ആയിട്ടുള്ള അവകാശങ്ങൾ ക്ലെയിം ചെയ്യുക വരെ ഇവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ 1761 അഹമ്മദ് ഷാ അബ്ദാലിയുമായിട്ടുണ്ടായ മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഇവരുടെ അതോറിറ്റീസ് ഒക്കെ ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ നിന്നുമൊക്കെ വേഗത്തിൽ റിക്കവറായി ഇന്ത്യയിൽ ഒരു പൊളിറ്റിക്കൽ സൂപ്രീമസിക്ക് വേണ്ടിയുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ട്രഗിൾസിന് വലിയ രീതിയിലുള്ള ചലഞ്ചസ് കൊടുക്കുകയും മറാത്താസ് ചെയ്തു. അങ്ങനെ ഇതിൽ നമ്മൾ അവസാനമായിട്ട് നോക്കുന്നതാണ് റോഹില്ല ഖാണ്ടും ഫറൂഖാബാദും. 17ാം നൂറ്റാണ്ടിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് നടന്ന മൈഗ്രേഷൻ്റെ ബാക്കി പത്രമായിരുന്നു ബംഗിഷ് പത്താൻ എന്ന കിങ്ഡവും റോഹില്ല ഖാണ്ട് എന്ന സ്റ്റേറ്റും. 18ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി അഫ്ഗാനിസ്ഥാനിലെ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ആയിട്ടുള്ള സ്റ്റേറ്റുകൾക്ക് ഡിസ്ട്രപ്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു കുടിയേറ്റമുണ്ടായി. ഇതേ സമയം നാദിർഷയുടെ വരവ് കാരണം കൊളാപ്സ് ആയിരുന്ന നോർത്ത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുകയും റോഹില്ല ഖാണ്ട് എന്ന ഒരു പെറ്റി കിങ്ഡം സ്ഥാപിച്ചെടുക്കുകയും ചെയ്തു. നോർത്ത് കുമയൂൺ മുതൽ സൗത്ത് ഗംഗ വരുന്ന ഹിമാലയത്തിൻ്റെ ഫുട് ഹിൽസിലാണ് ഈ ഒരു പ്രദേശം സ്ഥാപിച്ചെടുക്കുന്നത്. ഇവിടെ ജീവിച്ചിരുന്ന വ്യക്തികളായിരുന്നു റോഹില്ലാസ്. ഇവർ അവിടെ ഉണ്ടായിരുന്ന ജാട്ട്, മറാത്ത, അവധ്, ബ്രിട്ടീഷേഴ്സ് എന്നിവരുടെ അടുത്ത് നിന്നും വലിയ രീതിയിലുള്ള പീഡനങ്ങൾ ഏറ്റുമേടിക്കേണ്ട സാഹചര്യവും പിന്നീട് വന്നു. ഫറൂഖാബാദ് എന്നാൽ ഫറൂഖ്സിയുടെയും മുഹമ്മദ് ഷായുടെയും കാലഘട്ടത്തിൽ മുഹമ്മദ് ഖാൻ ബംഗഷ് എന്ന അഫ്ഗാൻകാരൻ ഡൽഹിക്ക് കിഴക്കായി സ്ഥാപിച്ച ഒരു ഇൻഡിപെൻഡൻറ്റ് കിങ്ഡമായിരുന്നു ഫറൂഖാബാദ് എന്ന് പറഞ്ഞത്. ഇത്രയുമാണ് റീജിയണൽ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി ഇവരുടെ നേച്ചറും ലിമിറ്റേഷൻസും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സിസ്റ്റമായിട്ടായിരുന്നു നിന്നിരുന്നത്. ഇവരെല്ലാം തന്നെ മുഗളിൻ്റെ ഇമ്പീരിയൽ അതോറിറ്റിയുമായി നല്ല രീതിയിലുള്ള ടൈസ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ മുഗൾ ഭരണത്തിന് കീഴിൽ ഒരു അംബ്രല്ലയുടെ കീഴിൽ നിൽക്കുന്ന പോലെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഇവൻ റെബൽ ചീഫായിട്ടുണ്ടായിരുന്ന മറാത്താസും സിഖും കൂടെ മുഗൾ എംപയറിൻ്റെ സുപ്രീമസിയും അധികാരത്തെയുമൊക്കെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്ത് എമർജ് ചെയ്തു വന്നുകൊണ്ടിരുന്ന പൊളിറ്റി എന്ന് പറയുന്നത് ഇവരെല്ലാം തന്നെ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത് ഡിഫറെൻറ്റ് ലോക്കൽ ഗ്രൂപ്പുകളായിട്ടുണ്ടായിരുന്ന സമീൻദാർസ്, മെർച്ചൻ്റ്, ലോക്കൽ നോബേഴ്സ് തുടങ്ങിയവരുടെയൊക്കെ ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള സപ്പോർട്ടോട് കൂടിയായിരുന്നു. ഈ പ്രൊവിൻഷ്യൽ റൂളേഴ്സ് എല്ലാം ഇതുപോലെയുള്ള ലോക്കൽ ഇൻട്രസ്റ്റുകളെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ടായിരുന്നത് മൈസൂർ മാത്രമായിരുന്നു. റീജിയണൽ സ്റ്റേറ്റുകളുടെ ലിമിറ്റേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫിനാൻഷ്യൽ, അഡ്മിനിസ്ട്രേറ്റീവ്, മിലിറ്ററി ഓർഗനൈസേഷൻസ് ഒക്കെ രൂപീകരിക്കുവാനായിട്ട് ഇവർ പരാജയപ്പെട്ടു പോയി. ഇവർക്ക് നല്ല സാമ്പത്തിക സ്ഥിതിയോ അല്ല നല്ല രീതിയിലുള്ള ഭരണം, നല്ല രീതിയിലുള്ള പട്ടാളമോ ഒന്നും ഇവർക്കുണ്ടായിരുന്നില്ല. മൈസൂർ പോലെയുള്ള ചില സ്റ്റേറ്റുകളൊക്കെ മോഡേണൈസ് ചെയ്യാൻ നോക്കിയിരുന്നുവെങ്കിലും അവർക്കും അതിന് വേണ്ടിയിരുന്ന സയൻസ് ആൻഡ് ടെക്നോളജികളൊന്നും പര്യാപ്തമായിരുന്നില്ല. അടുത്ത കുഴപ്പമെന്ന് പറയുന്നത് നെയ്ബറിംഗ് സ്റ്റേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഇവർ പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടെ ഒരു അൾട്ടിമേറ്റ് പവറിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇവർക്ക് സാധിച്ചില്ല ആർക്കും തന്നെ. ഇവരെല്ലാം തന്നെ മുഗൾ പവറിനെ ചലഞ്ച് ചെയ്യാൻ കഴിവുണ്ടായിരുന്നുവെങ്കിലും ഓൾ ഇന്ത്യ ലെവലിൽ ഒരു സ്റ്റേബിൾ പൊളിറ്റി ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്നവരായിരുന്നില്ല. ഈ ഒരു സമയം കൊണ്ട് തന്നെ അഗ്രികൾച്ചറിൽ നിന്നുള്ള വരുമാനം കുറയുന്നതിലൂടെ ജഗീന്ദാരി ക്രൈസിസ് കൂടി വരികയും അഗ്രികൾച്ചർ കുറയുകയും ചെയ്തു. പിന്നീട് ആകപ്പാടെ ഉണ്ടായിരുന്ന സർപ്ലസ് ഷെയറുകളൊക്കെ വീതിച്ചെടുക്കാനുള്ള ആളുകളുടെ എണ്ണം കൂടുകയും ഇതോടുകൂടി ജഗീന്ദാരി ക്രൈസിസ് കുറച്ചും കൂടി മോശമാകുകയും ചെയ്തു. പിന്നെ നമ്മൾ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇൻറ്റേർണലും ഫോറിനുമായിട്ടുള്ള ട്രേഡ് നല്ല രീതിയിൽ പ്രോസ്പെറസ് ചെയ്തിരുന്നുവെങ്കിലും എക്കണോമി മുഴുവൻ സ്റ്റാഗ്നൻ്റ് ആയിരുന്നു ബാക്കിയുള്ളവയിലെല്ലാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് റീജിയണൽ സ്റ്റേറ്റുകളെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് ഈ ഒരു പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊക്കെ അതിൻ്റെ ബാക്കിയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ട്. ഇപ്പോൾ ഇത്രയും പഠിക്കാം. അത് അതിനിടയ്ക്ക് നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. നമ്മൾ ഒത്തിരി എഫോർട്ട് ഇട്ടിട്ടാണ് ഈ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനുവേണ്ടി ഒത്തിരി ടൈം കാര്യങ്ങളൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു റിക്വസ്റ്റാണ്, നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങൾ സപ്പോർട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുപോലെ തന്നെ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളത് ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ വരുന്ന തെറ്റുകളൊക്കെ തിരുത്തുന്ന സമയത്തായിരിക്കുമല്ലോ നമുക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കാം. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ 18ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന സാമ്പത്തികവും സാമൂഹികപരമായിട്ടുള്ള കണ്ടീഷൻസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ
അഡീക്വേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ പ്രോഗ്രസ്സുകളൊന്നും ഉണ്ടാക്കുവാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല എന്ന് നമ്മൾ കാണാം. ഇന്ത്യയിൽ എക്സ്ട്രീം കോൺട്രാസ്റ്റ് ഉള്ളൊരു പ്രദേശമായിട്ട് നമ്മളിതിനെ നമുക്ക് നോക്കുകയാണെങ്കിൽ വിലയിരുത്തുവാനായിട്ട് പറ്റും. കാരണം ഒരു വശത്ത് എക്സ്ട്രീം പോവേർട്ടിയും മറ്റൊരു വശത്ത് എക്സ്ട്രീം ലക്ഷറിയുമായിരുന്നു ഇവിടെ അന്ന് ഉണ്ടായിരുന്നത്. സാധാരണ ജനങ്ങൾ പട്ടിണി, ബാക്ക്വേർഡ്നെസ്, ഒപ്രസ്ഡായിട്ട് ജീവിക്കുന്ന സമയം റിച്ചും പവർഫുള്ളുമായിട്ടുണ്ടായിരുന്നവർ ലക്ഷറിയിലും ലാവിഷ്നെസ്സിലുമായിരുന്നു ജീവിച്ചു പോന്നിരുന്നത്. അങ്ങനെയാണെങ്കിലും ബ്രിട്ടീഷ് റൂൾ ഇന്ത്യയിൽ ആരംഭിച്ചതിന് ശേഷമുള്ള 100 വർഷങ്ങളെക്കാളും താരതമ്യേന ബെറ്റർ ലൈഫായിരുന്നു അന്ന് അവർ ജീവിച്ചു പോന്നിരുന്നത്. അന്നത്തെ കാർഷിക മേഖലയെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്നിക്കലി കാർഷിക മേഖല പിന്നോട്ടായിരുന്നുവെങ്കിലും അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഹാർഡ് വർക്കിംഗ് ആയിട്ടുണ്ടായിരുന്ന കർഷകർ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയുണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ കർഷകർക്ക് വേണ്ടിയിരുന്ന അഡീക്വേറ്റ് ആയിട്ടുള്ള ഒന്നും തന്നെ അവർക്ക് എൻഷുർ ചെയ്യുവാനായിട്ട് സാധിച്ചിരുന്നില്ല. സ്റ്റേറ്റിനും സമീന്ദാസിനും ജഗീന്ദാസും റവന്യൂ ഫോമേഴ്സും തുടങ്ങിയ ആളുകളുടെ എല്ലാ അടുത്തു നിന്നും ഇവർ വലിയ രീതിയിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ നേരിടേണ്ടതായിട്ട് വന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ വരുന്നതോടുകൂടി സാഹചര്യങ്ങൾ കൂടുതൽ മോശമാകുകയും ചെയ്തു. പിന്നീട് നമ്മൾ ഇവരുടെ ട്രേഡും ഇൻഡസ്ട്രീസും നോക്കുകയാണെങ്കിൽ 18-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ അഗ്രികൾച്ചർ പ്രോഡക്ട്സിനും ഹാൻഡിക്രാഫ്റ്റിലും എല്ലാം തന്നെ ഇന്ത്യ സെൽഫ് സഫീഷ്യൻ്റ് ആയിരുന്നു. വലിയ രീതിയിലുള്ള ഫോറിൻ ഗുഡ്സുകളൊന്നും തന്നെ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യം നമ്മുടെ രാജ്യത്തില്ലായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ പ്രോഡക്ട്സുകൾക്കൊക്കെ തന്നെ ഫോറിൻ മാർക്കറ്റിൽ വലിയ ഡിമാൻഡുമായിരുന്നു ഉണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് ഇന്ത്യയുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടിനേക്കാളും കൂടുതലായിരുന്നു. പിന്നെ ട്രേഡ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ചെയ്തത് പ്രീഷ്യസ് മെറ്റൽ ആയിട്ടുണ്ടായിരുന്ന സിൽവർ, ഗോൾഡൊക്കെ ഇറക്കുമതി ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അറിയപ്പെട്ടിരുന്നത് സിങ്ക് ഓഫ് പ്രീഷ്യസ് മെറ്റൽസ് എന്നാണ്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പേർഷ്യൻ ഗൾഫ് റീജിയനിൽ നിന്നും പേൾസ്, റോ സിൽക്ക്, വൂള്, ഡേറ്റ്സ്, ഡ്രൈഡ് ഫ്രൂട്ട്സ്, റോസ് വാട്ടർ തുടങ്ങിയവയും, അറേബ്യയിൽ നിന്ന് കോഫി, ഗോൾഡ്, ഡ്രഗ്സ്, ഹണി തുടങ്ങിയവയും, ചൈനയിൽ നിന്ന് ടീ, ഷുഗർ, പോസ്ലൈൻ, സിൽക്കും, ടിബറ്റിൽ നിന്ന് ഗോൾഡ്, മസ്ക്, വൂളൻ ക്ലോത്തും, ആഫ്രിക്കയിൽ നിന്ന് ഐവറിയും ഡ്രഗ്സും, പിന്നെ യൂറോപ്പിൽ നിന്ന് വൂളൻ ക്ലോത്തും, കോപ്പറും, അയണും, ലെഡും, പേപ്പറും ഒക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ പുറത്തു നിന്നും ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്തവ നോക്കുകയാണെങ്കിൽ കോട്ടൺ ടെക്സ്റ്റൈൽസ്, റോ സിൽക്ക്, സിൽക്ക് ഫാബ്രിക്സ്, ഹാർഡ്വെയർ, ഇൻഡിഗോ, സാൾപീറ്റർ, ഒപ്പിയം, റൈസ്, വീറ്റ്, ഷുഗർ, പെപ്പർ കൂടാതെ മറ്റ് സ്പൈസസും പ്രീഷ്യസ് സ്റ്റോൺസും ഡ്രഗ്സും ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്നും വിദേശത്തേക്ക് കയറ്റി അയക്കുകയും ചെയ്തു. ഇനി ഇന്ത്യയിലെ അന്നത്തെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ പ്രധാന കേന്ദ്രങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം ധാക്ക, മുർഷിദാബാദ്, പറ്റ്ന, സൂറത്ത്, അഹമ്മദാബാദ്, ബ്രോച്ച്, ചന്ദേരി, വാരണാസി, ലക്നൗ അങ്ങനെ കുറേയധികം കേന്ദ്രങ്ങൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. ഇനി ഇന്ത്യയിലെ പ്രധാന ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ ഇൻഡസ്ട്രീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്ര, ആന്ധ്ര റീജിയൻ, ബംഗാളൊക്കെ ആയിരുന്നു ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ പ്രധാന ലീഡേഴ്സ് എന്ന് പറയുന്നത്. കൂടാതെ കേരള തീരത്തിലുണ്ടായിരുന്ന കാലിക്കറ്റും കിലോണിനെയും നമുക്ക് പറയാം. അന്നത്തെ കാലത്ത് പല യൂറോപ്യൻ കമ്പനികളും ഇവിടെ വന്ന് ഇന്ത്യൻ മെയ്ഡ് ഷിപ്പ് മേടിച്ചുകൊണ്ട് പോവുകയും അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. ഈ സമയത്ത് 2 പ്രധാനപ്പെട്ട നാവികന്മാരാണ് കുഞ്ഞാലി മരക്കാരും ശിവാജി ബോൺസ്ലെയും. ശിവാജി ബോൺസ്ലെ പോർച്ചുഗീസുകാർക്കെതിരെ നല്ല രീതിയിലുള്ള പ്രതിരോധങ്ങൾ തീർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കുഞ്ഞാലി മരക്കാരുടെ കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അന്നത്തെ കാലത്തെ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 18-ാം നൂറ്റാണ്ടിലെ എഡ്യൂക്കേഷൻ അത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒന്നായിരുന്നു. വെസ്റ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ഒന്നും എഡ്യൂക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത് ലിറ്ററേച്ചർ, ലോ, റിലീജിയൻ, ഫിലോസഫി, ലോജിക്ക് തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രമായിരുന്നു. ഈ സമയം ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ സയൻസ്, ടെക്നോളജി, ജോഗ്രഫി തുടങ്ങിയവയൊന്നും അന്നിവിടെ പഠിപ്പിച്ചിരുന്നില്ല. കാരണം ഇവർ കൂടുതലും ആശ്രയിച്ചിരുന്നത് ഏൻഷ്യൻ ലേണിങ്ങിനെ ആയിരുന്നു. ഒറിജിനൽ തോട്ട്സ് വരെ അവർ ഡിസ്കറേജ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. ഹിന്ദുസും മുസ്ലിം കമ്മ്യൂണിറ്റിക്കും ഇടയിൽ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള രീതിയിൽ എലമെൻ്ററി എഡ്യൂക്കേഷൻ നൽകിയിരുന്നു. ഹിന്ദുസ് എന്ന എഡ്യൂക്കേഷൻ നൽകിയിരുന്ന സ്ഥാപനങ്ങളാണ് പാഠശാല എന്ന് പറയുന്നത്. മുസ്ലിംസിൻ്റെ ആണെങ്കിൽ മക്തബ്സ് എന്നും ആയിരുന്നു അന്നവർ വിളിച്ചിരുന്നത്. ഇവിടെ ആകെ പഠിപ്പിച്ചിരുന്നത് റീഡിങ്, റൈറ്റിങ്, അരിത്മെറ്റിക് മാത്രമായിരുന്നു. താഴ്ന്ന ജാതിയിൽ നിന്നുള്ള കുട്ടികൾക്ക് ചിലപ്പോഴൊക്കെ വിദ്യാഭ്യാസം നേടിയിരുന്നുവെങ്കിലും പെൺകുട്ടികളുടെ സാന്നിധ്യം തീർത്തും കുറവായിരുന്നു. അന്ന് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ബീഹാർ, ബംഗാളിലുണ്ടായിരുന്ന സ്ഥാപനങ്ങൾ വിളിച്ചിരുന്ന പേരാണ് ചതുസ്പതീസ് അല്ലെങ്കിൽ ടോൾസ് എന്ന്. അന്ന് സംസ്കൃത എഡ്യൂക്കേഷന് വേണ്ടി പേര് കേട്ട ചില സ്ഥലങ്ങളായിരുന്നു കാശി, ഇന്നത്തെ വാരണാസി, മിഥില, നദിയ, ഉത്കല തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ.
പേർഷ്യൻ ആൻഡ് അറബിക് ആയിട്ട് പഠിപ്പിച്ചിരുന്ന സ്ഥലങ്ങൾ, അല്ലെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പേർഷ്യനും അറബിക്കും പഠിപ്പിച്ചിരുന്ന സ്ഥാപനങ്ങൾ വിളിച്ചിരുന്ന പേരായിരുന്നു മദ്രാസസ് എന്നുള്ളത്. അന്ന് പേർഷ്യൻ എന്ന് പറയുന്നത് കോഡ് ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത് കൊണ്ട് തന്നെ ഹിന്ദുസും മുസ്ലിംസും പേർഷ്യൻ പഠിക്കാറുണ്ടായിരുന്നു. പറ്റ്നയിലെ അസിംബാദ് ആയിരുന്നു പേർഷ്യൻ എഡ്യൂക്കേഷൻ പഠിക്കുവാൻ വേണ്ടി ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത്. കൂടാതെ ഖുറാനിലും മുസ്ലിം തിയോളജിയിലുമൊക്കെ താല്പര്യം ഉണ്ടായിരുന്നവർ അറബിക് എഡ്യൂക്കേഷനും നേടുന്നുണ്ടായിരുന്നു. ഇനി അന്നത്തെ സൊസൈറ്റിയുടെ സോഷ്യൽ സെറ്റപ്പ് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 18ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് വളരെയേറെ ട്രഡീഷണൽ ഔട്ട്ലുക്കും സ്റ്റാഗ്നേഷനും ഉള്ള ഒന്നായിരുന്നു. ഒരു സെർട്ടൺ ഡിഗ്രി ഓഫ് ബ്രോഡ് കൾച്ചറൽ യൂണിറ്റി ഒക്കെ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ആളുകളുടെ ഇടയിൽ കാസ്റ്റ്, റിലീജിയൻ, റീജിയൻ, ട്രൈബ്, ലാംഗ്വേജ് തുടങ്ങിയ ഒരുപാട് വേർതിരിവുകളുണ്ടായിരുന്നു. ഫാമിലി സിസ്റ്റം എന്ന് പറയുന്നത് പാട്രിയാർക്കലായിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഹിന്ദുസ് സോഷ്യൽ ലൈഫിൻ്റെ സെൻട്രൽ പോയിൻ്റ് എന്ന് പറയുന്നത് തന്നെ കാസ്റ്റ് സിസ്റ്റമായിരുന്നു. അന്ന് നിലനിന്നിരുന്ന 4 കാസ്റ്റുകളെ കൂടാതെ പിന്നെയും ഹിന്ദുസിൻ്റെ സബ് കാസ്റ്റുകളിൽ ജാതിയായിട്ട് വേർതിരികുകയുണ്ടായി. ഈ ജാതിയൊക്കെ വെച്ചിട്ടായിരുന്നു അന്ന് സോഷ്യൽ സ്കെയിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ഇൻ്റർ കാസ്റ്റ് മാരേജുകളും ഇൻ്റർ ഡ്രൈനിങ്ങും ഒക്കെ ഫോർബിഡനുമായിരുന്നു. അന്ന് പലരും പ്രൊഫഷൻ തീരുമാനിച്ചിരുന്നത് പോലും ജാതി വെച്ചിട്ടായിരുന്നു. അന്ന് കാസ്റ്റ് കൗൺസിൽ പഞ്ചായത്തുകളായിരുന്നു കാസ്റ്റ് നോംസും റെഗുലേഷൻസും ഒക്കെ എൻഫോഴ്സ് ചെയ്തിരുന്നത്. അന്ന് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ സോഷ്യൽ ഇക്വാലിറ്റിയൊക്കെ എൻജോയ് ചെയ്തിരുന്നുവെങ്കിലും അവരുടെ ഇടയിലും കാസ്റ്റ്, റേസ്, ട്രൈബ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് നമുക്ക് കാണാം. സുന്നി, ഷിയ, അഫ്ഗാൻ, തുരാനി, ഹിന്ദുസ്ഥാനി എന്നിങ്ങനെ പല വേർതിരിവുകൾ ഇവരുടെ ഇടയിലും ഉണ്ടായിരുന്നു. ഇത് കൂടാതെ ഉണ്ടായിരുന്ന ഒന്നാണ് ഷറീഫ് മുസ്ലിംസും അജ്ലഫ് മുസ്ലിംസും. ഷെറീഫ് മുസ്ലിംസ് എന്ന് പറഞ്ഞു കഴിയുന്നത് നോബൽസും സ്കോളേഴ്സും പ്രീസ്റ്റിനെയും ഒക്കെയാണ്. അജ്ലഫ് മുസ്ലിംസ് എന്നാൽ ആർമി ഓഫീസേഴ്സ് ആയിരുന്നു. ഇവർ ലോവർ കാസ്റ്റിൽ പെടുന്ന വ്യക്തികളായിരുന്നു. ഇനി അന്നത്തെ സൊസൈറ്റിയിൽ സ്ത്രീകൾക്ക് നൽകിയിരുന്ന സ്ഥാനം എന്തായിരുന്നു നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് ഇന്ത്യയിൽ ഒരു പാട്രിയാർക്കൽ സിസ്റ്റമായിരുന്നു നിലനിന്ന് പോന്നിരുന്നത്. ഇതിനൊരു എക്സെപ്ഷൻ ഉള്ളത് കേരളം പോലുള്ള ചില പ്ലേസുകളിൽ മാത്രമായിരുന്നു. ആ സമയത്ത് സ്ത്രീകളെല്ലാം തന്നെ അവരുടെ ഇൻഡിവിജ്വാലിറ്റി വളരെ കുറച്ച് മാത്രമേ പൊസസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പർ കാസ്റ്റിലുള്ള സ്ത്രീകൾ വീട്ടിലിരിക്കുകയും ലോവർ കാസ്റ്റിലുള്ള സ്ത്രീകൾ പറമ്പുകളിലും മറ്റും പണിക്ക് പോവുകയും ഒക്കെയായിരുന്നു ചെയ്തിരുന്നത്. വളരെ ഔട്ട്ഡേറ്റഡ് ആയതും ചൂഷണം ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് സോഷ്യൽ കസ്റ്റംസും ട്രഡീഷൻസും ഒക്കെ അന്ന് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിന് ഉദാഹരണമാണ് പർദ സിസ്റ്റം, സതി, ചൈൽഡ് മാരേജ്, പൊളിഗമി തുടങ്ങിയവയൊക്കെ. ഇവയൊക്കെ വുമൻ്റെ പ്രോഗ്രസ്സിനെ ഹിൻഡർ ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. കൂടാതെ ബംഗാൾ, രാജ്പുത്ത് ഇവിടെയൊക്കെ സ്ത്രീധന സമ്പ്രദായം വളരെ കൂടുതലായിരുന്നു. പിന്നീട് വിഡോസിൻ്റെ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് വളരെ പരിതാപകരമായിരുന്നു. രാജാ ജയ്സിംഗ് ഓഫ് ആംബറും അതുകൂടാതെ തന്നെ മറാത്ത ജനറലായിരുന്ന പരശുറാം ബാവു ഒക്കെ ഒരു പരിധി വരെ വിഡോ മാരേജിനെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കിയിരുന്നെങ്കിലും അവർ ഫെയിലായി പോവുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീടുള്ളതാണ് സ്ലേവറി അല്ലെങ്കിൽ അടിമത്തം. 17ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വരുന്നതോടുകൂടിയാണ് ഇന്ത്യയിലുണ്ടായിരുന്ന വൈഡ് സ്പ്രെഡ് പ്രിവലൻസ് ഓഫ് സ്ലേവറിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ പട്ടിണി, എക്കണോമിക് ഡിസ്ട്രസ്, നാച്ചുറൽ കലാമിറ്റി, എക്സ്ട്രീം പോവേർട്ടി ഇതെല്ലാം കാരണം അവരുടെ മക്കളെ വിൽക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഹയർ കാസ്റ്റ് ആയിരുന്ന രാജ്പുത്ത്, കാത്രീത്സ്, കയാത്താസ് ഇവരെല്ലാം ഡൊമസ്റ്റിക് വർക്കിന് വേണ്ടി സ്ത്രീകളെ മേടിക്കുകയും ചെയ്തു. ഇന്ത്യയിലുണ്ടായിരുന്ന സ്ലേവുകളുടെ ജീവിതം എന്ന് പറയുന്നത് യൂറോപ്പിലുണ്ടായിരുന്ന സ്ലേവ്സിനേക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ടതായിരുന്നു. ഇന്ത്യയിൽ സ്ലേവ്സ് എന്നത് ഹെറിഡിറ്ററി ആയിട്ട് സെർവൻസ് ആയിട്ട് നിൽക്കുവാനുള്ളതായിരുന്നു എന്ന കൺസെപ്റ്റായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സ്ലേവ്സിൻ്റെ ഇടയിൽ വിവാഹം നടക്കുകയും അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾ ഫ്രീ സിറ്റിസൺസ് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. യൂറോപ്യൻസിൻ്റെ കടന്നു വരവോടുകൂടി തന്നെ സ്ലേവറി ട്രേഡും സ്ലേവറിയുടെ വർധന ഉണ്ടാവുകയും യൂറോപ്യൻ കമ്പനികൾ ബംഗാൾ, അസം, ബീഹാർ തുടങ്ങിയവയിൽ നിന്നൊക്കെ സ്ലേവ്സിനെ പർച്ചേസ് ചെയ്യുകയും യൂറോപ്യൻ, അമേരിക്കൻ മാർക്കറ്റുകളിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്തിരുന്നു. കൂടാതെ അബീസിനിയൻ സ്ലേവുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും സൂറത്ത്, മദ്രാസ്, കൽക്കട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് ഇവിടെ വന്ന് ട്രേഡ് ചെയ്യുകയും ചെയ്തു. ഇനി 18ാം നൂറ്റാണ്ടിലെ ഡെവലപ്മെൻറ്റ് ഇൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ആൻഡ് കൾച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമ്പീരിയൽ മുഗൾസിൻ്റെ ഡിക്ലൈന് ശേഷം ടാലൻറ്റഡ് ആയിട്ടുണ്ടായിരുന്ന വ്യക്തികൾ പുതുതായിട്ട് നിലവിൽ വന്ന സ്റ്റേറ്റുകളുടെ കോർട്ടായിട്ടുണ്ടായിരുന്ന ഹൈദരാബാദ്, ലക്നൗ, ജയ്പൂർ, മുർഷിദാബാദ്, പറ്റ്ന, കാശ്മീർ എന്നിവിടങ്ങളിലേക്ക് അഭയം തേടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ലക്നൌവിൽ 1884 ആസാഫുദ്ദൗള ബാര ഇംബാര പണി കഴിപ്പിക്കുകയും ചെയ്തു. പിന്നീട് 18ാം നൂറ്റാണ്ടിൻ്റെ പകുതി ആയതോടുകൂടി സായ് ജയ്സിംഗ് പിങ്ക് സിറ്റി ആയിട്ടുള്ള ജയ്പൂർ സ്ഥാപിക്കുകയും കൂടാതെ 5 ആസ്ട്രോണോമിക്കൽ ഒബ്സർവേറ്ററീസ് ആയിട്ടുണ്ടായിരുന്ന ഡൽഹി, ജയ്പൂർ, ബനാറസ്, മഥുര, ഉജ്ജയിൻ എന്നിവിടങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്തു.
കൂടാതെ ആസ്ട്രോണമി ജനങ്ങൾക്ക് പഠിക്കാൻ സഹായിക്കുന്നതിനായിട്ട് ജിജി മുഹമ്മദ് ഷാരി എന്നൊരു സെറ്റ് ഓഫ് ടൈം ടേബിൾസും ഇദ്ദേഹം നിർമ്മിക്കുകയുണ്ടായി. ഇനി സൗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ പത്മനാഭപുരം പാലസൊക്കെ ആർക്കിടെക്ചറും മൂറൽ പെയിൻറ്റിങ്സിനൊക്കെ ഫേമസ് ആണ്. ഈ സമയം ഒരുപാട് ന്യൂ സ്കൂൾ ഓഫ് പെയിൻറ്റിങ്ങുകളൊക്കെ രൂപമെടുത്തിട്ടുണ്ടായിരുന്നു. രാജ്പുത്താന, കങ്കര തുടങ്ങിയവയൊക്കെ 18ാം നൂറ്റാണ്ടിൽ ലിറ്ററേച്ചർ വലിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റുകളൊക്കെ ഉണ്ടാവുകയുണ്ടായിരുന്നു, പ്രത്യേകിച്ചും ഉറുദു ലാംഗ്വേജിൽ. ഉറുദു പോയറ്റുകളായിട്ടുണ്ടായിരുന്ന മിർ സൗദ, നസീർ, മിർ ഖലീബൊക്കെ തുടങ്ങിയവരായിരുന്നു ഇതിന് നേതൃത്വം നൽകിയിരുന്നത്. ഇനി സൗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മലയാളം ലിറ്ററേച്ചറും ട്രാവൻകൂർ റൂളേഴ്സിന് കീഴിൽ ഫ്ലറിഷ് ചെയ്തൊരു ടൈം പീരീഡ് കൂടിയായിരുന്നു ഇത്. കേരളത്തിലെ കുഞ്ചൻ നമ്പ്യാരൊക്കെ ഇതിൻ്റെ ഉദാഹരണമാണ്. ഇനി തമിഴ്നാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ സിത്താർ പോയട്രിയാണ്. തായു മന്നവറായിരുന്നു സിത്താർ പോയട്രിയുടെ ബെസ്റ്റ് എക്സ്പോണൻ്റ് എന്ന് പറയുന്നത്. ഇതിലൂടെ ഇദ്ദേഹം അന്ന് നിലനിന്നിരുന്ന കാസ്റ്റ് സിസ്റ്റത്തെയും ടെമ്പിൾ റൂളിനെയൊക്കെ വലിയ രീതിയിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുകയും വിമർശിക്കുകയുമൊക്കെ ഈ പോയട്രിയിലൂടെ ഇദ്ദേഹം ചെയ്തു. ഇതുകൂടാതെ പഞ്ചാബി ലിറ്ററേച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ വാരിസ് ഷാ കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്ന റൊമാൻറ്റിക് ലിറ്ററേച്ചർ ആയിട്ടുണ്ടായിരുന്ന ഹീർ റെൻഷയും പിന്നീട് സിദ്ധി ലാംഗ്വേജിൽ ഷാ അബ്ദുൾ ലത്തീഫ് കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്ന റിസാലോയുമൊക്കെയാണ് നമ്മുടെ ലിറ്ററേച്ചറിൽ നമുക്ക് എടുത്തു പറയാൻ വേണ്ടി ഉള്ളത് 18ാം നൂറ്റാണ്ടുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്കാകെ പഠിക്കുവാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ് എനിക്കറിയാം ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിന്നിപ്പോൾ എടുത്തത്. എങ്കിലും നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളിതിന് പിന്നിൽ ഒത്തിരി എഫേർട്ട് എടുക്കുന്നുണ്ട്. നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. ബേസിക്കലി ഒരു ചാപ്റ്റർ എന്നൊക്കെ പറയുന്നത് ഈ ചാപ്റ്ററിൻ്റെ എൻഡ് ഇച്ചിരി ഡ്രൈ ആണെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ.